എല്ലാവർക്കും നമസ്കാരം. ഡിപ്ലോമ ഇൻ വാസ്തുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് 8ാമത്തെ ബാച്ചാണ്. ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്ന ക്ലാസ്സിൻ്റെ 8ാമത്തെ ബാച്ചാണ്. ഡിപ്ലോമ ഇൻ വാസ്തുവിൻ്റെ ക്ലാസ് എടുക്കുന്നത് കേശവ സാറാണ്. സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്നു മുതലാണ് നമ്മൾ സിലബസ് അനുസരിച്ചുള്ള പഠനം ആരംഭിക്കുന്നത്. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടങ്ങാം സാർ. എല്ലാവർക്കും നമസ്കാരം. ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല നടത്തുന്ന ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ ഡിപ്ലോമ കോഴ്സിലേക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാൻ ഓൺലൈനായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ഇതിന് മുമ്പൊരു ഇൻട്രഡക്ഷൻ, ഒരു ചെറിയൊരു 10-15 മിനിറ്റ് സമയത്തൊക്കെ ഒരു ഇൻട്രഡക്ടറി ഒരു ടോക്കിനെ പറ്റി ഉണ്ടായിരുന്നു, ഇതിന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പറ്റി. എന്നാൽ അന്ന് ആ ഇൻട്രഡക്ടറി ടോക്കിൽ പങ്കെടുക്കാത്തവരും ഇന്ന് ചിലരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ചുരുക്കി ഒരു ചെറുതായിട്ടൊരു ഇൻട്രഡക്ഷൻ തന്നിട്ട് സിലബസ് ഒക്കെ തരാൻ ഇന്ന് നോക്കും. അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ വർത്തമാനത്തിൽ കൂടി ഞാൻ സമയം കളയുന്നില്ല. ഏതായാലും ഒരു നല്ല ഒരു അടുത്ത ഒരു 6-7 മാസം വരെ എടുക്കും ഇതിൻ്റെ ഈ കോഴ്സ് കഴിയാൻ. ആഴ്ച ഒരു ദിവസം വെച്ച് 2 മണിക്കൂർ, ഉദ്ദേശം 2 മണിക്കൂർ, 7 മന്ത്സ് എടുക്കും. അപ്പോൾ ആ 7 മാസത്തേക്കും ഈ ഒരു അറിവിൻ്റെ ഒരു ദൈവികമായ ഒരു അറിവ്, ഒരു ഡിവൈൻ നോളജ് ആണ് ഈ വാസ്തു ജ്യോതിഷം എന്ന് പറഞ്ഞൊക്കെ ഡിവൈൻ നോളജാണ്. അപ്പോൾ ഈ ഒരു അറിവ് പങ്കിടാനായി നിങ്ങളെ എല്ലാവരെയും വീണ്ടും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഏതായാലും ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു ഷെയർ ചെയ്യാം. ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന് എഴുതിയിരിക്കുന്ന എല്ലാവർക്കും വായിക്കാൻ പറ്റുമല്ലോ അല്ലേ? വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഓക്കെ, നമുക്ക് ഇത് ഈ ക്ലാസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അപ്പം പിന്നെ പക്ഷെ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും മ്യൂട്ട് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്. പലരും ഒന്നിലധികം പേര് അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ ചോദിക്കാം. പക്ഷെ ചോദിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മളൊരു ഇതായിട്ട് വയ്ക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വാസ്തുശാസ്ത്ര ഡിപ്ലോമ കോഴ്സാണ് ഇത് പിന്നെ 8ാമത്തെ, നേരത്തെ പറഞ്ഞു 8ാമത്തെ ബാച്ചാണ്. ഇന്ന് 2025 ഒക്ടോബർ 15 തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെറിയൊരു ഇൻട്രഡക്ഷൻ നടത്തിയിട്ടാണ് നമ്മളിതിലേക്ക് പോകുന്നത്. നമുക്ക് നമ്മുടെ ആത്മാവിന് നിലനിൽക്കണമെങ്കിൽ ഒരു ശരീരം വേണം. അപ്പോൾ ആത്മാവിനൊരു ശരീരം എന്നതുപോലെയാണ് ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ ഒരു വാസസ്ഥലവും വേണം. അപ്പോൾ ശരീരത്തിന് വാസസ്ഥലം എന്ന് പറയുന്നത് ആത്മാവിന് ശരീരം പോലെ തന്നെ ആവശ്യമാണ്. നമുക്ക് 4 ദിക്കുകൾ, വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, ഈ 4 ദിക്കുകളിൽ നിന്നും വരുന്ന ഒരു ഊർജം അല്ലെങ്കിൽ പ്രസരിക്കുന്ന ഒരു പ്രപഞ്ചശക്തി, ഒരു ഊർജം ഈ 4 ദിക്കുകളിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു മാക്രോ കോസ്മിക് എനർജി പറയും. മാക്രോ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ, വളരെ ബൃഹത്തായ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അതാണ് മാക്രോ എന്ന് പറയുന്നത്. ഒരു കോസ്മിക് എനർജിയാണ് മാക്രോ കോസ്മിക് എനർജി. നമ്മളുടെ ഓരോരുത്തർക്കും ഉള്ള ഒരു എനർജി എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തർക്കും ഒരു എനർജി ഉണ്ട്. ആ എനർജി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, മൈക്രോ ആണ്. മറ്റേത് മാക്രോയും ഇത് മൈക്രോയും. അപ്പം ഈ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് എന്നീ 4 ദിക്കുകളിൽ നിന്ന് പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചശക്തിയെ, ആ പ്രപഞ്ചശക്തി എന്നൊരു മാക്രോ കോസ്മിക് എനർജിയാണ്. നമ്മളിൽ എങ്ങനെ മനുഷ്യശക്തിയുമായിട്ട്, അതായത് മനുഷ്യൻ്റെ ശക്തിയുമായിട്ട്
അതായത് ആ മനുഷ്യ ശക്തി മൈക്രോ കോസ്മിക് എനർജി. മൈക്രോനെ വളരെ ചെറുതെന്നുള്ളതാണ്. മറ്റേ മാക്രോ വളരെ വലുതായിട്ടുള്ള എനർജി എങ്ങനെ നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയുള്ള ഈ മൈക്രോ കോസ്മിക് എനർജിയുമായിട്ട് സമന്വയിപ്പിക്കാം, അല്ലെങ്കിൽ സമന്വയിപ്പിച്ച് മനുഷ്യശക്തിക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ മനുഷ്യർക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇത് നമുക്ക് വാസ്തുശാസ്ത്രം കാണിച്ചു തരുന്നു. ഇനി നമ്മുടെ ശരീരം രോഗമുക്തമായിരിക്കണം. കാരണം രോഗങ്ങളൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെതായ പ്രയാസങ്ങൾ, വിഷമങ്ങൾ എല്ലാം നമുക്കുണ്ടാവും. അപ്പൊ ശരീരം രോഗമുക്തമായിരിക്കണം എന്നതുപോലെ തന്നെ നമ്മുടെ വാസഗ്രഹം വാസ്തുദോഷമുക്തമായിരിക്കണം. ദോഷമുക്തമായ വാസഗ്രഹം നിർമ്മിക്കാനും, അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും വാസ്തുദോഷം അറിയാതെ കടന്നുകൂടിയാൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വാസ്തുശാസ്ത്രം നമുക്ക് ഉപദേശിച്ചു തരുന്നു, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നു. അപ്പൊ ഇതൊന്നും എഴുതേണ്ടതൊന്നും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയുന്നതെന്നുള്ളൂ. നമ്മുടെ സിലബസുമായിട്ട് ബന്ധമുള്ളതല്ല ഇത്. സിലബസ് തരും. ഇത് ജസ്റ്റ് ഒരു ഐഡിയ, വാസ്തുവിനെ പറ്റിയൊരു ജനറൽ ഐഡിയ ഉണ്ടാകാൻ വേണ്ടി ചെറുതായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാരും എഴുതേണ്ട ആവശ്യമില്ല. വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി അല്ല നമ്മുടെ ഭാരതത്തിനുള്ളത്. കാരണം നമുക്കറിയാം നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ഹിമാലയ പർവ്വതം, വളരെ വലിയ പർവ്വതം. ശരിക്കും വടക്കും വടക്ക് കിഴക്കും ഒക്കെ ഏറ്റവും ഭാരം കുറഞ്ഞിരിക്കേണ്ട സ്ഥലമാണ്. അങ്ങനെ ഭാരം കുറഞ്ഞിരിക്കേണ്ട സ്ഥലത്ത് വലിയ പർവ്വതം, വളരെയധികം ഭാരമുള്ള വലിയ പർവ്വതമാണ്. ഭാരം കൂടിയിരിക്കേണ്ട സൗത്ത് വെസ്റ്റിലൊക്കെ കടലാണ്, സമുദ്രമാണ്. അപ്പോൾ അത് നേരെ വിപരീതമായിട്ടുള്ള, അതായത് ഭാരം കൂടിയിരിക്കേണ്ട സ്ഥലത്ത്, ഭാരതത്തിന്റെ വടക്കും വടക്ക് കിഴക്കും ഒക്കെ ഭാരം കുറഞ്ഞിരിക്കേണ്ട സ്ഥലത്ത് ഭാരം കൂടുതലും, തെക്ക് പടിഞ്ഞാറ് തെക്ക് എന്നൊക്കെ പറഞ്ഞ ഭാരം കൂടിയിരിക്കേണ്ട സ്ഥലത്ത് ഏറ്റവും ഭാരക്കുറവുമാണ്. അപ്പം വാസ്തുശാസ്ത്രത്തിന് അനുകൂലമായിട്ടൊരു ഭൂപ്രകൃതി അല്ല നമ്മുടെ ഭാരതത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അതായത് ഞാൻ പറഞ്ഞ തന്നെ വടക്കും വടക്ക് കിഴക്കും ഉന്നതങ്ങളായ പർവ്വതനിരകളുടെയും അതുപോലെ തെക്കും തെക്ക് പടിഞ്ഞാറും സമുദ്രത്തിൻ്റെയും സാന്നിധ്യം വാസ്തുവിധികൾക്ക് അനുകൂലമല്ല. അതുകൊണ്ട് വാസ്തുവിധികൾക്ക് അനുകൂലമായിട്ടുള്ള രാജ്യങ്ങൾ, ഭാരതത്തിനുള്ള പല രാജ്യങ്ങളിലും വടക്കുവശം വെയിറ്റ് കുറഞ്ഞും തെക്കുവശം പൊങ്ങി വെയിറ്റ് കൂടിയൊക്കെയുള്ള അവിടെ അതൊക്കെ വാസ്തുവിധികൾക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വാസ്തുവിധികൾക്ക് അനുകൂലമായിട്ടുള്ള രാജ്യങ്ങളെക്കാൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം വാസ്തുശാസ്ത്രം കൊടുക്കണം. കാരണം ഈ ദോഷത്തിനെയും നമുക്ക് കവിച്ച് വെച്ചുകൊണ്ട് വേണം ഈ ഒരു ദോഷം, അതായത് നമ്മളുടെ വടക്കുവശവും വടക്ക് കിഴക്കും ഭാര കൂടുതലും തെക്കും തെക്ക് പടിഞ്ഞാറും ഭാരക്കുറവും എന്നുള്ള ആ ഒരു വാസ്തുവിന് വിരുദ്ധമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള നമുക്ക് അത് കൂടുതലായിട്ട് വാസ്തുശാസ്ത്രം നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു നല്ല ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വാസ്തുവിധികൾക്ക് അനുകൂലമായിട്ടുള്ള രാജ്യങ്ങളെക്കാൾ വാസ്തുശാസ്ത്ര വിധികൾക്ക് ഭാരതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചോളാം. കാരണം ഇനി ഇത് വേറെ കാര്യമുണ്ട്, ഞാൻ ഇവിടെ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, ഈ സ്ലൈഡ് കാണിച്ചിട്ടില്ല. പക്ഷെ കേരളം എടുത്തു നോക്കുക. കേരളത്തിന്റെ കിഴക്ക് വശം സഹ്യപർവ്വതം, ശരിക്കും കിഴക്ക് വശം വെയിറ്റ് കുറഞ്ഞും പടിഞ്ഞാറ് വശം വെയിറ്റ് കൂടിയിരിക്കണം. വാസ്തുക്കൾ അതെല്ലാം നമുക്ക് പഠിക്കാം. കിഴക്ക് വശം എപ്പോഴും എത്രയും വെയിറ്റ് കുറയുന്നു അത്രയും നല്ലതാണ്, പടിഞ്ഞാറ് വശം എത്രയും വെയിറ്റ് കൂടുന്നു അത്രയും നല്ലതാണ്. ഇവിടെ എന്താണ്, കേരളത്തിന്റെ കിഴക്ക് വശം സഹ്യപർവ്വത നിരകൾ വെയിറ്റ് കൂടുതലാണ്, പടിഞ്ഞാറ് വശം അറബിക്കടൽ വെയിറ്റ് കുറവാണ്. അതും അപ്പം ഭാരതത്തിന് മാത്രമല്ല, ആ ഭാരതത്തിൽ തന്നെ കേരളത്തിൽ അത് ഒന്നും കൂടെ നമുക്ക് ഇതാണ്. കാരണം അവിടെയും തെക്ക് വടക്കും നമുക്ക് ഭാരതത്തിന്റെ ഇത് വെച്ചുകൊണ്ട് തെക്ക് വടക്കും നല്ലതല്ല. അതുപോലെ കേരളത്തിലേക്ക് വരുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് നമുക്ക് നേരെ വിപരീതമാണ്, വാസ്തുവിധികൾക്ക് വിപരീതമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ വളരെയധികം വാസ്തുവിധികൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ വാസ്തുവിധികൾ അനുസരിച്ച് പോയാൽ മാത്രമേ നമുക്ക് നമ്മൾ അർഹിക്കുന്ന ആ ഒരു പ്രയോജനം അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ മനസ്സിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. വാസ്തുശാസ്ത്രം മനുഷ്യന് വാസഗൃഹ സംബന്ധികളായ തത്വങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അത് നമ്മുടെ വാസഗൃഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ലെങ്കിൽ തത്വങ്ങളെ അല്ലെങ്കിൽ തിയറീസിനെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. മനുഷ്യനിലും പ്രകൃതിയിലും അന്തർലീനങ്ങളായ ശക്തികളുടെ പ്രവർത്തനങ്ങളെ, അതുപോലെ പ്രവർത്തനങ്ങളെയും പ്രതിപ്രവർത്തനങ്ങളെയും രണ്ടും, അതായത് നമ്മുടെ പ്രകൃതിയിലും നമ്മുടെ മനുഷ്യരിലും ഒക്കെ നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരിലും ഉള്ള, അതുപോലെ പ്രകൃതിയിലുമുള്ള അന്തർലീനങ്ങളായിട്ടുള്ള ശക്തികൾ അല്ലെങ്കിൽ എനർജീസിന്റെ ആ പ്രതിപ്രവർത്തനവും പ്രവർത്തനവും അത് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ശരീരം, പ്രാണൻ,
പ്രാണൻ, ഇന്ദ്രിയൻ, ആത്മാ, മനസ്സ്. ഇന്ദ്രിയങ്ങളും പ്രാണനും ഇന്ദ്രിയങ്ങളും ആത്മാവും മനസ്സും ഇതിൻ്റെ എല്ലാം കൂടെ, ഇതെല്ലാം ശരീരം അതിൻ്റെ ഒരു ആലയമാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രാണ, ഇന്ദ്രിയ, ആത്മ, മനസ്സുകളുടെ ആലയമായ ശരീരത്തിൻ്റെ ആലയമാണ് വാസഗ്രഹം. അതുപോലെ വാസഗ്രഹം പ്രസ്തുത ശരീരത്തിൻ്റെ ആലയമാണ്. അപ്പോൾ അത് പ്രാണേന്ദ്രിയ, ആത്മ, മനസ്സുകളുടെ ആ ഒരു പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ശരീരവും ആ ശരീരത്തിനെ സൂക്ഷിക്കുന്ന നമ്മുടെ വാസഗ്രഹവും. വാസഗ്രഹം പ്രത്യക്ഷമായി ശരീരത്തിനെയും പരോക്ഷമായി ആത്മേന്ദ്രിയ, ആത്മാവ്, ഇന്ദ്രിയം, മനസ്സുകളെയും അത് പോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നു. നമുക്ക് വളരെ വലിയ വലിയ കോച്ചി മരവിപ്പിക്കുന്ന മഞ്ഞിനൊക്കെ നമുക്ക് രക്ഷ തരുന്നത് നമ്മുടെ വീടുകളാണ്. നമ്മൾ വലിയ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വീടിനകത്തിരുന്നാൽ ആ മഞ്ഞിന് നമുക്കൊരു നല്ല അളവ് വരെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഇപ്പോൾ കോച്ചി മരവിപ്പിക്കുന്ന മഞ്ഞ്, കോരിച്ചൊരിയുന്ന മഴ, അതുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യം, അതൊക്കെ നമുക്ക് അവിടെയൊക്കെ നമുക്കൊരു രക്ഷ വേണമെങ്കിൽ ആ വാസഗ്രഹം വേണം. ചുട്ടുപൊള്ളുന്ന മണലാരണ്യം, ആഞ്ഞു വീശുന്ന കാറ്റ് എന്നിവയിൽ നിന്നെല്ലാം ഗ്രഹം മനുഷ്യന് സംരക്ഷണം നൽകുന്നു. മനുഷ്യന്റെ അനിവാര്യ ആവശ്യങ്ങളായ വിശ്രമവും നിദ്രയും ഇത് രണ്ടും നമുക്ക് ലഭിക്കുന്ന നമ്മുടെ വാസഗ്രഹം അല്ലെങ്കിൽ ഗ്രഹത്തിൽ നിന്നാണ്. അപ്പോൾ മനുഷ്യന്റെ അനിവാര്യ ആവശ്യങ്ങളായ വിശ്രമവും നിദ്രയും ഗ്രഹം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ശരീരത്തിനെ ആരോഗ്യപൂർണമായി നിലനിർത്താൻ വൈദ്യശാസ്ത്രം നമ്മളെ സഹായിക്കും. കാരണം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ വൈദ്യശാസ്ത്രം അനുസരിച്ച് ഡോക്ടർമാരെയോ അല്ലെങ്കിൽ അങ്ങനെ വൈദ്യശാസ്ത്ര എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയി അവരുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിച്ചിട്ടൊക്കെ നമുക്ക് ആ ശരീരത്തിനെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണം. ആണ് ശരീരത്തിനെ ആരോഗ്യപൂർണമായി നിലനിർത്താൻ വൈദ്യശാസ്ത്രം സഹായിക്കുന്നത് പോലെ സുഖസന്തോഷപൂർണമായ ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ വാസസ്ഥലവുമായിട്ടാണ്. വാസസ്ഥലം നിർമ്മിക്കുവാൻ വാസ്തുശാസ്ത്രം സഹായിക്കുന്നു. അപ്പം വൈദ്യശാസ്ത്രം നമ്മളെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നത് പോലെ സുഖസന്തോഷപൂർണമായ ഒരു ജീവിതം നമുക്ക് നിലനിർത്തുവാൻ നമുക്ക് വാസ്തുശാസ്ത്രം സഹായിക്കുന്നു. ജീവിതത്തിന്റെ 3/4 ഭാഗവും മനുഷ്യൻ വീട്ടിലാണ് കഴിച്ചുവിടുന്നത്, ഗൃഹത്തിലാണ് കഴിച്ചുവിടുന്നത്. അപ്പോൾ അതിന്റെ പ്രാധാന്യം വളരെ ഇതാണ്. നമ്മുടെ ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഒരു 3/4 ഭാഗവും അവരുടെ വീടുകളിലാണ് കഴിയുന്നത്. പ്രസ്തുത വീടുകളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും വാസ്തുശാസ്ത്രം ഉറപ്പുവരുത്തുന്നു. ഇനി നമ്മൾ ഇതിൽ ഒരു വാസ്തു കൺസൾട്ടൻറ്റും ഒരു ആർക്കിടെക്റ്റുമായിട്ടുള്ള വ്യത്യാസം കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനത് ഇൻട്രഡക്ടറി ടോക്കിൽ നിന്ന് പറഞ്ഞാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഒരു ആർക്കിടെക്റ്റ് ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടമൊക്കെ ഡിസൈൻ ചെയ്യുമ്പം 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന്, അതിൻ്റെ ഉറപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് വേണം കെട്ടാൻ. ഫൗണ്ടേഷനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടണം. വലിയ കാറ്റ് മഴയൊക്കെ വന്നാൽ പൊളിഞ്ഞ് താഴെ വീഴാൻ പാടില്ല. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഉറപ്പായിട്ട് കെട്ടണം. അതിന് ആർക്കിടെക്ട്സ്, മോഡേൺ എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രണ്ടാമത് സൗകര്യം, കൺവീനിയൻസ്. ഇപ്പോൾ ഒരു മൂലയ്ക്ക് അടുക്കള വേറെ കുറേ ദൂരം മാറി വേറെ അടുത്ത് ഡൈനിങ് റൂം ആണെങ്കിൽ ഇതെല്ലാം ചുമന്ന് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അതൊരു അസൗകര്യമാണ്. അപ്പം അങ്ങനെ ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, കൺവീനിയൻസ് ഉണ്ടായിരിക്കണം. അപ്പം അതിനും മോഡേൺ ആർക്കിടെക്ട്സ് ആൻഡ് മോഡേൺ എഞ്ചിനീയേഴ്സ് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് അവിടുത്തെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക അപ്പിയറൻസ്. ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല വീട്, നല്ല ഭംഗി എന്ന് വേറെ ആൾ കാണുമ്പോൾ അത് പറയുന്നത് ആ അപ്പിയറൻസിന് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയ്ക്കുള്ള ആ ഒരു ഭംഗിക്ക് അതിനും മോഡേൺ ആർക്കിടെക്ട്സ് ആൻഡ് മോഡേൺ എഞ്ചിനീയേഴ്സ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ 3 കാര്യത്തിൽ ശ്രദ്ധിക്കാനേ അവർക്കറിയാം, കാരണം അവരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു വാസ്തു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു വാസ്തു എക്സ്പെർട്ട് ആണെങ്കിൽ ഈ 3 കൂടാതെ തന്നെ ആ ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആരോഗ്യം, അവരുടെ മനസമാധാനം, അവരുടെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക അഭിവൃദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു വാസ്തു കൺസൾട്ടൻ്റ് ഇത് കൂടാതെ അതിനും ശ്രദ്ധിക്കാനായിട്ട് വാസ്തുശാസ്ത്രം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അതാണ് ഒരു ആർക്കിടെക്റ്റും ഡിസൈൻ ചെയ്യുന്നത് ഒരു വാസ്തു കൺസൾട്ടൻ്റ് ഡിസൈൻ ചെയ്യാനുള്ള വ്യത്യാസം. ഈ താമസിക്കുന്നവരുടെ മനസമാധാനവും ആരോഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഇതൊന്നും ഒരു ആർക്കിടെക്റ്റ് കൊടുക്കാൻ അവർ പഠിച്ചിട്ടില്ല, അവർക്ക് അറിഞ്ഞുകൂടാ.
പക്ഷെ വാസ്തുശാസ്ത്രത്തിൽ അതിനെല്ലാം പ്രത്യേകം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വരാം. ഇനി നമുക്ക് ചിലപ്പോൾ പലരും പറയുന്നുണ്ട് വാസ്തു എന്ന് പറയുന്നത് ശാസ്ത്രമാണോ, അതോ വിശ്വാസമാണോ, അതോ മറ്റെന്തെങ്കിലും ഇതാണോ? ഇതൊക്കെ ഇതില് നമ്മളുടെ ഒരു ഇപ്പോഴത്തെ മോഡേൺ സയൻസ് അല്ലെ ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു പരിധിക്കുള്ളിൽ പൂർണ്ണമായി ഒതുങ്ങുന്നതല്ല വാസ്തുശാസ്ത്രം. കാരണം ഇപ്പോഴും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ ശാസ്ത്രം കൊണ്ട് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരാം. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ശാസ്ത്രത്തിൽ. ഇനി കുറെ കൂടെ കഴിയുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇനിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ശാസ്ത്രത്തിൽ കൂടി വരും. അപ്പോൾ ഇന്നത്തെ ശാസ്ത്രം, ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ പരിധികൾക്കും അപ്പുറത്തുള്ള ഒരു ഇതാണ് വാസ്തുശാസ്ത്രം. അപ്പൊ അതിന്റെ പരിധികളിൽ ഈ മോഡേൺ സയൻസിന്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങാത്തത് കൊണ്ട് ഈ വാസ്തുശാസ്ത്രം അൺസയന്റിഫിക് ആണെന്നൊക്കെ പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വാസ്തുശാസ്ത്രം പറ്റി മനസ്സിലാക്കുമ്പം, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്കത് കൂടുതൽ മനസ്സിലാവും. ഭൗതികവും ആത്മീയവുമായ തലങ്ങളുടെ ശരിയായ സംയോജനം, അതുപോലെ പഞ്ചഭൂതങ്ങൾ നമുക്കറിയാം, ജലം, അഗ്നി, ഭൂമി, വായു, ആകാശം, ഇതഞ്ചുമാണ് പഞ്ചഭൂതങ്ങൾ. അപ്പം ഭൗതികമായ ഫിസിക്കലായിട്ടുള്ളതും സ്പിരിച്വലായിട്ട് ആത്മീയമായിട്ടുള്ള ആ തലങ്ങളുടെയൊക്കെ ശരിയായ വിധത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു മനോഹരമായ സമ്മേളനം, ആ ശരിയായ സംയോജനം. പിന്നെ പഞ്ചഭൂതങ്ങൾ, നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. നമ്മളുടെ ശരീരത്തിലുള്ള പഞ്ചഭൂതങ്ങളും ആ ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു നിർമ്മിതിയിലുള്ള പഞ്ചഭൂതങ്ങളും പ്രപഞ്ചത്തിലുള്ള പഞ്ചഭൂതങ്ങളും തമ്മിലുള്ള ആ ഒരു ഇടകലർന്നുള്ള ആ ഒരു ലയനം, ഒരു ഹാർമോണിക് ആയിട്ടുള്ള ലയനം, അതായത് വളരെ നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലയനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ആരോഗ്യത്തോടെയും ഒക്കെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അത് വാസ്തുശാസ്ത്രം ഉറപ്പുവരുത്തുന്നു. അപ്പൊ ശരിയായ ഭൗതികവും ആത്മീയവുമായ തലങ്ങളുടെ ശരിയായ സംയോജനം, പഞ്ചഭൂതങ്ങൾ, 8 ദിശകൾ, കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ് 4 ദിശകൾ, അതുപോലെ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, ഈ മൂലകളും കൂടെ ഇങ്ങനെ 8 ദിശകളാണ്. ഈ 8 ദിശകളും വാസ്തുശാസ്ത്രം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഈ ദിശകൾ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു, ഇതുമെല്ലാം വാസ്തുശാസ്ത്രം നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ സൂര്യചന്ദ്രനാഡികൾ, ഈ സൂര്യചന്ദ്രനാഡികൾ അതായത് ഇപ്പം കിഴക്ക്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, ഈ 4 ദിശകൾ ചന്ദ്രനാഡിയിലും, അതുപോലെ തന്നെ തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, ഈ 4 ദിശകൾ സൂര്യനാഡിയിലും ഉൾപ്പെടുന്നതാണ്. ഇതിനെപ്പറ്റി ബേസിക് കോഴ്സിൽ അത്ര കൂടുതലായിട്ട് ഇല്ലെങ്കിലും നിങ്ങൾ ബേസിക് കോഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിപ്ലോമ കോഴ്സിൽ അത്ര കൂടുതലായിട്ടില്ലെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ നിങ്ങൾ വരുമ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത കോഴ്സിലേക്ക് ചേരുകയാണെങ്കിൽ അവിടെ ഈ സൂര്യചന്ദ്ര നാഡികളെ പറ്റിയൊക്കെ വളരെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ പിന്നെ 8 ദിശകൾ, സൂര്യചന്ദ്ര നാഡികൾ, അതുപോലെ തന്നെ വിവിധ തര ഊർജങ്ങൾ, നമ്മളൊക്കെ ഈ നമ്മുടെ ചുറ്റുമുള്ള പല വിധത്തിലുള്ള ഊർജങ്ങൾ നമ്മെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉദാഹരണം പറയാം, സൗരോർജം, സൂര്യനിൽ നിന്നുള്ള ഊർജം, മാഗ്നറ്റിക് എനർജി, പിന്നെ നമുക്ക് കാന്തിക ഊർജം, ഇതെല്ലാം നമ്മളെ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമ്മളെന്ത് മുകളിലോട്ട് താഴോട്ട് വീഴുന്നു, ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം, ആ ഗുരുത്വാകർഷണത്തിന്റെ ആ ശക്തി, ഇതെല്ലാം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ഊർജം, ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ഉണ്ടാകുന്ന ഊർജം, ഇനി വിവിധ തരത്തിലുള്ള ഊർജങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്. ശരിക്കും വാസ്തുശാസ്ത്രത്തില് 53 വിവിധ തരം ഊർജങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഈ 53 ഊർജങ്ങൾക്കും പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഗുണകരമായ ഊർജങ്ങൾക്ക് ദേവന്മാരുടെ പേരുകളും, നമുക്ക് ദോഷകരമായ ഊർജങ്ങൾക്ക് പിശാചുക്കളുടെ അല്ലെങ്കിൽ രാക്ഷസന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 53 തരം ഊർജങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള മനസ്സിലാക്കുക. അതുപോലെ വിവിധ സ്പന്ദനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ. ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്നു, ആ സംസാരിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് എൻ്റെ വായുവിൽ. ആ വൈബ്രേഷനാണ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത് വരെ. അപ്പൊ ഈ അങ്ങനെ പ്രപഞ്ചത്തിൽ മുഴുവൻ എന്തെല്ലാം ശബ്ദങ്ങളുടെ വൈബ്രേഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വൈബ്രേഷൻ നമ്മളെ പല അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വൈബ്രേഷൻ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? വിവിധ സ്പന്ദനങ്ങൾ, അതുപോലെ തന്നെ തരംഗങ്ങൾ, വേവ്സ്, പല തരത്തിലുള്ള വേവ്സ് ഉണ്ട്. നമ്മളെ കറണ്ടിൽ തന്നെ ചിലപ്പോൾ AC കറണ്ട്, DC കറണ്ട് എന്നൊക്കെ, ബാറ്ററിയുടെ കറണ്ടും നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കിട്ടുന്ന കറണ്ടും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വേവ്സ് നമ്മുടെ ചുറ്റുമുണ്ട്.
അപ്പൊ അതും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതെങ്ങനെ സ്വാധീനിക്കുന്നു, ഇതൊക്കെ വാസ്തുശാസ്ത്രം മനസ്സിലാക്കി നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശബ്ദങ്ങൾ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പറയാം ശബ്ദം അതൊരു തരംഗമാണ്, വേവാണ്. അപ്പൊ ഈ ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാവുന്ന ശബ്ദങ്ങളെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 ഹേർട്സ് എന്നാണ് അതിന്റെ ഒരു യൂണിറ്റ്. 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെ, 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെ ഉള്ളത് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാവുള്ളൂ. അതേസമയം 20 ഹേർട്സിൽ കുറഞ്ഞ തരംഗങ്ങൾ നമുക്ക് കേൾക്കാൻ ഒക്കില്ല, പക്ഷെ പട്ടിക്ക് കേൾക്കാം. ഒരു പട്ടിക്ക് 20 ഹേർട്സിൽ കുറഞ്ഞ തരംഗങ്ങൾ അതിന് കേൾക്കാൻ പറ്റും. 20,000 ഹേർട്സിൽ കൂടിയതും നമ്മുടെ ചെവിക്ക് കേൾക്കാൻ ഒക്കില്ല, പക്ഷെ വവ്വാലിന് കേൾക്കാൻ പറ്റും. വവ്വാലിന് 20,000 ഹേർട്സിൽ. അപ്പൊ നമ്മൾ കേൾക്കുന്നത് മാത്രം ശബ്ദങ്ങളെ പ്രപഞ്ചത്തിൽ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നമ്മുടെ അറിവില്ലായ്മയാണ്. നമുക്ക് കേൾക്കാൻ പറ്റാത്ത 20 ഹേർട്സിന് താഴെയുള്ള പിന്നെ ശബ്ദ തരംഗങ്ങളും 20,000 ഹേർട്സിന് മുകളിലുള്ള ശബ്ദ തരംഗങ്ങളും എല്ലാം പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇല്ല നമ്മൾ വിചാരിക്കരുത്. നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത പല ശബ്ദങ്ങളും, അത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന 20 മുതൽ 20,000 എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. മറ്റ് ബൃഹത്തായ ആ ശബ്ദത്തിന്റെ തരംഗങ്ങളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ ആ ശബ്ദത്തിന്റെ തരംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ വെളിച്ചം, നമ്മുടെ കാഴ്ചശക്തി, നമുക്ക് കാണാവുന്ന അൾട്രാ വയലറ്റ്, ഏറ്റവും കൂടി അൾട്രാ മുതൽ ഏറ്റവും താഴെ റെഡ്, നമ്മൾ വിബ്ജിയോ വയലറ്റ് പിന്നെ റെഡ്, ഏറ്റവും കൂടിയ തരംഗത്തിലുള്ളതാണ് വയലറ്റ്, ഏറ്റവും കുറഞ്ഞ തരംഗത്തിലുള്ളതാണ് റെഡ്. അതിനിടയ്ക്കുള്ളത് മാത്രമേ നമുക്ക് നമ്മുടെ കണ്ണോട് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ വയലറ്റിനേക്കാൾ കൂടിയ തരംഗങ്ങൾ കാഴ്ച ഉണ്ട്, അതുപോലെ തന്നെ റെഡിനേക്കാൾ കുറഞ്ഞതുകൊണ്ട്. അൾട്രാ വയലറ്റ് റേസ് ആൻഡ് ഇൻഫ്രാ റെഡ് റേസ്. ഇൻഫ്രാ റെഡ് എന്ന് പറഞ്ഞാൽ റെഡിനേക്കാൾ കുറഞ്ഞ തരംഗങ്ങൾ, അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞാൽ വയലറ്റിനേക്കാൾ കൂടിയ തരംഗങ്ങൾ. അത് നമ്മുടെ കണ്ണോട് കാണാൻ പറ്റില്ല. പക്ഷെ അതില്ല, എൻ്റെ കണ്ണോട് കാണുന്നത് മാത്രം. ഇപ്പൊ നമ്മൾക്ക് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ചുറ്റിലുണ്ട്. കാരണം അത് ഒന്നുകിൽ ഇൻഫ്രാ റെഡ് ആയിരിക്കും, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇല്ലാന്ന് പറഞ്ഞതും നമ്മുടെ അജ്ഞതയാണ്, അജ്ഞാനമാണ്. അപ്പൊ അതുകൊണ്ട് ആ വെളിച്ചം എന്നിവയും ഇവയുടെ എല്ലാം ഒരു പെർമിറ്റേഷൻ, ഇതെല്ലാം ഓരോന്നോരോന്നായിട്ടല്ല, ഇതെല്ലാം ഒരുമിച്ചാണ് നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയും. ഇതിന്റെ എല്ലാം കൂടെ ഒരു ഒരുമിച്ചുള്ള അതെല്ലാം ഈ വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ തരംഗങ്ങൾ, ശബ്ദം, വെളിച്ചം എന്നിവയും ഇവയുടെ എല്ലാം പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന അതിബൃഹത്തായ ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പൊ അതൊരു ചെറിയൊരു ഐഡിയ തരാൻ വേണ്ടിയാണ്. അതുപോലെ ഈ വാസ്തുഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. ഇത് പലരും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാസ്തുക്കൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലൊന്ന് ഉൾക്കൊള്ളണം. അതായത് ഇപ്പൊ നമുക്ക് പല വാസ്തു നമ്മൾ തന്നെ പഠിക്കുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ, അല്ലെങ്കിൽ ആ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ഇപ്പൊ തെക്ക് കിഴക്ക് ഭാഗം സൗത്ത് ഈസ്റ്റ് അഗ്നിമൂലത പറയും, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വരാം. ആ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കട്ടിങ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, അവിടെ ഒരു അപൂർണമാണെന്ന് പറയും. തെക്ക് കിഴക്ക് മൂല അപൂർണമാണെന്ന് മലയാളത്തിൽ പറയും, മിസ്സിംഗ് കോർണർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ അങ്ങനെ ഒരു മൂല അപൂർണമാണെങ്കിൽ അത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷേ തെക്ക് കിഴക്ക് മൂല അപൂർണമായിട്ടുള്ള എല്ലാവർക്കും അത് വരുന്നില്ല. കാരണം അതായത് അതിന് പ്രത്യേക അതായത് നമുക്ക് ഒരു ദോഷത്തെ വേറൊരു ദോഷം കൊണ്ട് ഒരു ദോഷത്തിനെ വേറൊരു ദോഷത്തിന്റെ ശക്തി കൊണ്ട് ആദ്യത്തെ ദോഷത്തിന്റെ ശക്തിയെ കൂടും. അതുപോലെ ഒരു ദോഷത്തിനെ വേറൊരു ഗുണം കൊണ്ട് ആ ദോഷത്തിന്റെ ശക്തി കുറയും. നമുക്കറിയാം, ഒരു ദോഷം ഉണ്ടെങ്കിൽ ഒരു ഗുണം കൊണ്ട് ആ ദോഷത്തിന്റെ ശക്തിയെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ദോഷത്തിന്റെ ശക്തി കുറയും. നമ്മൾ അറിഞ്ഞുകൊണ്ട് കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കുറയുന്നതോ ആകാം. അപ്പൊ ഒരു ദോഷത്തിനെ ഒരു ഗുണം കൊണ്ട്, അപ്പൊ തെക്ക് പടിഞ്ഞാറ് മൂല ഇല്ലാത്ത ഒരു വീട്ടിൽ അതിന്റെ ദോഷം അവിടെ ഉള്ളവർ അനുഭവിക്കാതിരിക്കാൻ വേറൊരു ഗുണമുണ്ട്. അതുപോലെ ഗുണമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ദോഷത്തിന്റെ ശക്തി ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉള്ളിടത്ത് എല്ലാം അത് വേണമെന്നില്ല, അതിന് വേറൊരു ഗുണം ആ ദോഷത്തെ ഒരു നല്ല പരിധി ഇല്ലാതാക്കും. അതുകൊണ്ട് ഇന്നത് ഇങ്ങനെ പറഞ്ഞു, തെക്ക് പടിഞ്ഞാറ് ഇല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു എൻ്റെ വീടിന് അല്ലെങ്കിൽ എൻ്റെ അടുത്ത വീടിന് തെക്ക് പടിഞ്ഞാറ് മൂലയില്ല, പക്ഷെ അവർ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയാണ്. ശരിയായിരിക്കാം, കാരണം ഇത് നമ്മൾ നോക്കണം. അതിന് കോൺട്രിബ്യൂട്ടറി ഫാക്ടർ എന്നും അതുപോലെ തന്നെ പിന്നെ കോമ്പൻസേറ്റിംഗ് ഫാക്ടർ എന്ന് പറയും. കോൺട്രിബ്യൂട്ടറി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ദോഷം കൊണ്ട് ആ ശക്തിയെ കൂട്ടുക, ദോഷം ഇരട്ടിയായിട്ട് വരും. പിന്നെ കോമ്പൻസേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ദോഷത്തിന്റെ ശക്തിയെ വേറൊരു ഗുണത്തിന്റെ ശക്തി കൊണ്ട് ഒന്നുകിൽ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ശക്തിയെ കുറയ്ക്കുകയോ ചെയ്യുക.
അപ്പൊ അങ്ങനെ ഈ ഗുണദോഷ സമ്മിശ്രമാണ് ഈ വാസ്തുഫലങ്ങൾ. അല്ലെ ഒരു ഇന്ന ഉണ്ടായ ഇന്ന ദോഷം, അല്ലെങ്കിൽ എനിക്ക് ഒരു വീട്ടിൽ ഇന്നതുണ്ട് അതുകൊണ്ട് അവർക്ക് ഇന്നതുണ്ടാവും എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം ഒരുപാട് കാര്യങ്ങളുടെ ഈ വാസ്തുവിൽ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു നമുക്കുണ്ടാകുന്ന ഫലങ്ങൾ. അത് ഏത് ഫലങ്ങൾ, ആരോഗ്യകരമായ കാര്യമാകട്ടെ, സാമ്പത്തികമായ കാര്യമാകട്ടെ, മനസമാധാനമാകട്ടെ, കുടുംബ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, ഇതൊക്കെ നമുക്ക് പിന്നെ പല വീടിലായാലൊക്കെ ഉണ്ടാകുന്ന ഗുണങ്ങളുടെയും ദോഷങ്ങളുടെയും ഒരു സമ്മിശ്ര ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അത് നമ്മൾ അല്ല ഇന്ന ദോഷം കൊണ്ട് ഇന്നത് വന്നു, അല്ലെങ്കിൽ ഇന്ന ഗുണം കൊണ്ട് ഇന്നത് വന്നു, അങ്ങനെ നമ്മൾ ഒരിക്കലും വാസ്തുശാസ്ത്രം കാണാൻ പാടില്ല. അത് നമ്മുടെ മനസ്സിൽ അത് എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലരും അങ്ങനെ പറയും, ഓ ഇതിങ്ങനെയാണ് അതുകൊണ്ട് അവർക്ക് ഇന്നത് വരും. അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം അവിടെ പല ഗുണങ്ങളും ഇതുപോലെ തന്നെ അതുകൊണ്ടായിരിക്കാം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെ ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന മറ്റു പലതും അവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നമ്മൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വാസ്തുഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണ്, അതായത് ഇപ്പം ഹിമാലയം നമ്മൾ പറഞ്ഞു, വടക്കുവശത്ത് ഹിമാലയം നിൽക്കുന്നു, തെക്കുവശത്ത് സമുദ്രം. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ വാസ്തു നിയമങ്ങൾക്ക് നേരെ എതിരെയാണ് നമ്മുടെ ഭാരതത്തിന്റെ ഭൂപ്രകൃതി നേരത്തെ പറഞ്ഞു. ഇനി ഈ ഹിമാലയം ഏതാണ്ട് പൂർണ്ണമായിട്ടും പിന്നെ ഐസ് കൊണ്ട് ഏതാണ്ട് മൂടിയിരിക്കുകയാണ്. വലിയ തണുപ്പാണ് അവിടെ, ഐസ് വളരെ കൂടുതൽ ഐസ് അവിടെ ഉണ്ട്. ഈ ഐസ് എന്ന് പറഞ്ഞാൽ ജലമാണ്. വടക്ക് വശവും വടക്ക് കിഴക്കും ജലം ഏറ്റവും നല്ലതാണ്. ജലത്തിന്റെ സ്ഥലമാണ് വടക്കും വടക്ക് കിഴക്കും. അപ്പൊ ഈ പർവ്വതത്തിന്റെ ദോഷത്തെ ഒരു പരിധി വരെ ഈ ജലത്തിന്റെ ഗുണം കൊണ്ട് കുറയ്ക്കും. അവിടെ ഹിമാലയം ആ ഐസ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ചൂടൊക്കെ കൂടി വന്ന് സപ്പോസ് ഐസൊക്കെ ഗുരുവി പോയെന്നിരിക്കട്ടെ, നമുക്കുണ്ടാകുന്ന ദോഷം വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ അവിടെ ഐസ് ഉള്ളത് കൊണ്ട് ആ പർവ്വതത്തിന്റെ ദോഷങ്ങളെ ഒരു നല്ല അളവ് വരെ ഐസിന്റെ ഗുണം ജലം അവിടെ ഉള്ളത് കൊണ്ട് അത് കുറയ്ക്കും. അതാണ് ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. വാസ്തുഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണെന്നുള്ള എക്സാമ്പിളായിട്ട് ഐസിൽ പൊതിഞ്ഞ ഹിമാലയം അതൊരു എക്സാമ്പിളാണ്. ഇനി അടുത്ത പൗരാണിക ഗ്രന്ഥങ്ങൾ, നമുക്ക് വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് പൗരാണിക ഗ്രന്ഥങ്ങളുണ്ട്. അത് ഞാൻ ഫോളോ ചെയ്യുന്ന 4 ഗ്രന്ഥങ്ങളാണ്. ആ 4 ഗ്രന്ഥങ്ങൾ, ഒന്ന് മനുഷ്യാലയ ചന്ദ്രിക, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ വാസ്തു പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് മനുഷ്യാലയ ചന്ദ്രിക. തിരുമംഗലത്ത് നീലകണ്ഠ മൂസത്ത് അദ്ദേഹം 750 വർഷങ്ങൾക്ക് മുമ്പ് സംസ്കൃതത്തിൽ എഴുതിയാണ് മനുഷ്യാലയ ചന്ദ്രിക. ഇന്ന് അതിന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ധാരാളം വിവർത്തനങ്ങൾ ഇന്നുണ്ട്. അപ്പൊ മനുഷ്യാലയ ചന്ദ്രിക 1. 2 മയമതം, അതും സംസ്കൃതത്തിലുള്ള ഒരു മനുഷ്യാലയ ചന്ദ്രിയേക്കാൾ കൂടുതൽ പൗരാണികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മയമതം. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലോട്ട് പോയാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന മയമതമാണ്. 3 മാനസാര. മാനസാര കണക്കുകൾ വളരെ കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, വാസ്തുശാസ്ത്ര ഗ്രന്ഥമാണ് മാനസാര. അത് പ്രത്യേകം നമ്മൾ ആന്ധ്രാപ്രദേശ്, കർണാടക ആ ഭാഗത്തൊക്കെ പോയാൽ അവർ കൂടുതലും ഫോളോ ചെയ്യുന്ന മാനസാര എന്നുള്ള ഗ്രന്ഥമാണ്. ഇനി നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ബൃഹത് സംഹിത. ബൃഹത് സംഹിതയില് വാസ്തുശാസ്ത്രം അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് പിന്നെ നമുക്ക് മറ്റു പല കാര്യങ്ങളും ബൃഹത് സംഹിതയിൽ പറയുന്നുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ബൃഹത് സംഹിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ബൃഹത് സംഹിതയാണ് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും, ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ബൃഹത് സംഹിതയാണ്. അപ്പം ഈ 4 ഗ്രന്ഥങ്ങൾ നമുക്ക് ശരിക്കും അറിയാമെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മനുഷ്യാലയേന്ദ്രിയ, മയമതം, മാനസാര, ബൃഹത് സംഹിത, ഈ 4 ഞാൻ റെഫർ ചെയ്യുന്ന ഈ 4 ഗ്രന്ഥങ്ങളാണ്. ഞാൻ ഒരു പോളിസിയായിട്ട് വച്ചിരിക്കുന്നത് ഈ 4 ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്യാറില്ല. കാരണം ഈ ഗ്രന്ഥങ്ങൾ തമ്മിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന അല്ല മറ്റൊരു ഗ്രന്ഥത്തിൽ. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം പിന്നെ ഇത് മാനസാര എന്നുള്ള ഗ്രന്ഥം, മാനസാര എന്നുള്ള ഞാൻ പറഞ്ഞു ആന്ധ്രാപ്രദേശ്, കർണാടക ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വാസ്തു കൺസൾട്ടന്റ് ഫോളോ ചെയ്യുന്ന ഗ്രന്ഥം മാനസാരയാണ്. ഈ മാനസാര എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യം 4 വശങ്ങളുടെയും മധ്യത്തിൽ പൂരിശാലയം ആകാം. പൂരിശാലയം ഞാൻ ടോയ്ലറ്റ്. അപ്പോൾ 4 വശങ്ങളുടെ അല്ലെങ്കിൽ 4 ദിശകളുടെയും മധ്യത്തിലാകാന്ന് പറഞ്ഞാൽ തെക്കിന്റെ മധ്യവും വടക്കിന്റെ മധ്യവും കിഴക്കിന്റെ മധ്യവും പടിഞ്ഞാറിന്റെ മധ്യവും, ഈ 4 വശങ്ങളുടെയും മധ്യത്തിൽ ടോയ്ലറ്റ് അല്ലെങ്കിൽ പൂരിശാലയം ആകാം എന്ന് മാനസാര പറയുന്നുണ്ട്. മാനസാരയിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട്, മാനസാര ഒരിക്കലും മോശം ഗ്രന്ഥമല്ല, വളരെ പൗരാണികമായ വളരെ ആധികാരികമായ ഒരു ഗ്രന്ഥമാണ് മാനസാര. അപ്പൊ അതിൽ പറയുന്നത് കൊണ്ട് പല വാസ്തു എക്സ്പേർട്സും
കിഴക്കിന്റെ മധ്യത്തിലും വടക്കിന്റെ മധ്യത്തിലും പടിഞ്ഞാറിന്റെ മധ്യത്തിലും തെക്കിന്റെ മധ്യത്തിലും 4 വശങ്ങളുടെയും മധ്യത്തിൽ ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ശരിയോ തെറ്റോ പറഞ്ഞില്ല. മാനസാരെ പറഞ്ഞത് തെറ്റെന്ന് പറയാൻ എനിക്ക് യാതൊരു അവകാശമില്ല. പക്ഷെ അത് ഞാൻ നിങ്ങളുടെ അറിഞ്ഞിരിക്കണം. ഇത് പഠിക്കാൻ ഉത്സുകരായി വന്നിട്ടുള്ളവർ എന്നുള്ള നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാനസാരയിൽ ഈ 4 വശങ്ങളുടെയും മധ്യത്തിൽ ടോയ്ലറ്റ് ആകാം എന്ന് പറയുന്നുണ്ട്. അതേസമയം ബൃഹത്സംഹിതയിൽ പറയുന്നത് കിഴക്കിന്റെ മധ്യത്തിൽ കിഴക്കിന്റെ മധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഷ്ടദിക്പാലകർ ഇതിൽ നമ്മൾ മനസ്സിലാക്കും. അഷ്ടദിക്പാലകരിൽ കിഴക്കിന്റെ മധ്യത്തിന്റെ സ്വാധീനം ഇന്ദ്രനാണ്. ദേവേന്ദ്രന്റെ സ്വാധീനത്തിലുള്ളതാണ് കിഴക്കിന്റെ മധ്യം. അപ്പൊ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ രാജാവ്, ദേവന്മാരുടെ നേതാവാണ് ദേവേന്ദ്രൻ. ആ ദേവന്മാരുടെ നേതാവായ ദേവേന്ദ്രന്റെ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ, കിഴക്കിന്റെ മധ്യത്തിൽ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹത്തിൽ കുറവുണ്ടാകുന്നതാണ് ബൃഹസ്പതിയെ പറയുന്നു. ഈശ്വരാനുഗ്രഹത്തിൽ കുറവുണ്ടാകും. അതുപോലെ തന്നെ വടക്കിന്റെ മധ്യത്തിൽ, അത് മാനസാരെ പറഞ്ഞ വടക്കിന്റെ മധ്യത്തിൽ ടോയ്ലറ്റ് ആകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ വടക്കിന്റെ മധ്യത്തിൽ ടോയ്ലറ്റ് വന്നാൽ, വടക്ക് എന്ന് പറഞ്ഞാൽ അഷ്ടദിക്പാലകരിൽ കുബേരന്റെ സ്ഥലമാണ്. കുബേരൻ പറഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധിക്കൊക്കെ കുബേരൻ ഏറ്റവും ആവശ്യമാണ്. കുബേരന്റെ അനുഗ്രഹം ആവശ്യമാണ്. ആ കുബേരന്റെ സ്ഥലത്ത് നമ്മൾ ടോയ്ലറ്റ് കൊണ്ടുവച്ചാൽ, ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇതാണ്. അപ്പൊ ആ ഒരു നെഗറ്റിവിറ്റി നമ്മൾ കുബേരന്റെ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിടുന്ന ബൃഹസ്പതി പറയുന്നുണ്ട്. പക്ഷെ മാനസാരിൽ 4 ആകാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറച്ച് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ ശരി, നമുക്ക് ഇങ്ങനെയുള്ള പൗരാണിക ഗ്രന്ഥങ്ങളിൽ തന്നെ ഈ വ്യത്യാസങ്ങൾ വരുന്നതിന് കൊണ്ടൊരു ആദ്യം നമുക്കൊരു കൺഫ്യൂഷൻ വരുമെങ്കിലും കൂടുതൽ ഉള്ളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ കൺഫ്യൂഷനൊക്കെ മാറി നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ഇതിനകത്ത് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഈ 4 ഇപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഞാൻ തെക്കിന്റെ മധ്യവും കിഴക്കിന്റെ മധ്യവും വടക്കിന്റെ മധ്യവും ടോയ്ലറ്റ് കൊടുക്കാറില്ല. കാരണം ബൃഹസ്സംഹിതയിൽ പറയുന്നുണ്ട് ഈ 4 അതായത് മനുഷ്യാരചന്ദ്രിക, മയമതം, മാനസാര, ബൃഹസ്സംഹിത, ഈ 4 ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. അപ്പം ബൃഹസ്സംഹിതയിൽ പറയുന്നു കിഴക്കിന്റെ മധ്യത്ത് പാടില്ല, വടക്കിന്റെ മധ്യത്ത് പാടില്ല. തെക്കിന്റെ മധ്യവും പടിഞ്ഞാറിന്റെ മധ്യവും പാടില്ല എന്ന് ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ വടക്കിന്റെ മധ്യവും കിഴക്കിന്റെ മധ്യത്തിൽ ഞാൻ ടോയ്ലറ്റ് ശുപാർശ ചെയ്യാറില്ല. കാരണം അപ്പൊ ഇത് 4 ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ: മനുഷ്യാരചന്ദ്രിക, മയമതം, മാനസാര, ബൃഹസ്സംഹിത. ഇനി അതുപോലെ തന്നെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് 2 പുസ്തകങ്ങളുണ്ട്. ഞാൻ തന്നെ 3 പുസ്തകങ്ങൾ, 3 വോളിയം. അത് പിന്നെ അതിന് ആ 3 പുസ്തകം എന്ന് പറയുന്നത് സംയോജിത വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് വാസ്തു. അതിനെപ്പറ്റി പിന്നീട് പറയാം. ഇപ്പം പറയാൻ ഞാൻ കൂടുതൽ ഇനി സിലബസ് കൂടി ഒന്ന് തരണം. അതുകൊണ്ട് കൂടുതൽ പറയാൻ ഇപ്പം സമയമില്ല. ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞ ഏറ്റവും വാസ്തുശാസ്ത്രമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ, അന്തർദേശീയ ആയിട്ടുള്ള ലെവലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നതും ഈ ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രമാണ്. നമ്മളിവിടെ അത് കുറെ സംയോജിത വാസ്തുശാസ്ത്രത്തിലെ കുറെ കാര്യങ്ങൾ നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. പ്രത്യേകം ഫെങ്ഷുയി അല്ലെങ്കിൽ ചൈനീസ് വാസ്തുശാസ്ത്രമൊക്കെ നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നമുക്ക് ആവശ്യമുള്ള ഗുണകരമായ കാര്യങ്ങൾ. അപ്പൊ ഈ പൗരാണിക ഗ്രന്ഥങ്ങൾ നമ്മൾ ഇപ്പൊ ഈ 3 പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞു. 3 പുസ്തകങ്ങൾ, അതായത് പിന്നെ സംയോജിത വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് വാസ്തുവിലെ വോളിയം 1, വോളിയം 2, വോളിയം 3, ഈ 3 പുസ്തകങ്ങൾ നമ്മുടെ ഈ ബേസിക് ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യത്തക്കൊണ്ടാണ് ആ 3 ബുക്കുകൾ. ആ 3 ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ 3 ബുക്കുകൾ റെഫർ ചെയ്താൽ നമ്മൾ ഈ ഡിപ്ലോമ കോഴ്സിന്റെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും. അപ്പൊ അങ്ങനെ അത് ഞാൻ തന്നെ എഴുതിയ ഈ 3 പുസ്തകങ്ങളാണ്. അത് നിങ്ങൾക്ക് അയച്ചു തരും സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട്. നിങ്ങൾക്ക് ഇതിൽ ഈ കോഴ്സ് ഫൈനലായിട്ട് ചേരുന്നവർക്ക് അവരുടെ വീട്ടിലെ ഈ 3 പുസ്തകങ്ങൾ അയച്ചു തരും. അപ്പൊ ഇതാണ് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടത്. പൗരാണിക ഗ്രന്ഥങ്ങളും സിലബസ് പ്രകാര പുസ്തകങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 വോളിയം: ഇന്റഗ്രേറ്റഡ് വാസ്തുവിലെ സംയോജിത വാസ്തുശാസ്ത്രം വോളിയം 1, വോളിയം 2, വോളിയം 3. അത് നിങ്ങൾ അതിന് വേറെ ഒന്നും കൊടുക്കേണ്ട. അത് നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. പിന്നെ ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇതും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള സാങ്കേതികത്വവും ആത്മീയതയും തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ മിക്സ്ചറാണ്. രണ്ടും കൂടെ ഒരു നല്ലപോലെ ഇടകലർന്നിട്ടുള്ളതാണ്. കാരണം ഈ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടക്കമായതുകൊണ്ട് ഇത് മനസ്സിലായിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഇന്ന് അടുത്ത ക്ലാസ് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു പിന്നെ മന്ത്രഗുരു അല്ലെങ്കിൽ ഒരു എന്താന്ന് പറയുന്നത് ഒരു ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമ്മ മയസ്തത നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷ പുരന്ദര ബ്രഹ്മ കുമാരോ നന്ദിശ ശൗനകോ ഗർഗ ഏവജ
വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. അഷ്ടാദശം, അഷ്ടം എന്ന് പറഞ്ഞാൽ 8, ദശം എന്ന് പറഞ്ഞാൽ 10, അഷ്ടാദശം എന്ന് പറഞ്ഞാൽ 18. അഷ്ടാദശൈത വിഖ്യാത, വിഖ്യാതന്മാരായ 18 പേർ. നേരത്തെ അതായത് ഭൃഗുർ, അത്രി, വസിഷ്ഠൻ തുടങ്ങി ഈ ശ്ലോകത്തിൽ പറഞ്ഞ 18 പേരുടെ പേര് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 18 പേർ വിഖ്യാതന്മാരായ അഷ്ടാദശൈത വിഖ്യാത ഈ 18 പേരാണ് വാസ്തുശാസ്ത്രം നമുക്ക് ഈ പ്രകൃതിയിൽ അന്തർലീനമായിരിക്കുന്ന ഈ വാസ്തുശാസ്ത്രം മനസ്സിലാക്കി നമുക്ക് വേണ്ടി ഉപദേശിച്ച് തന്നിട്ടുള്ളത്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഉപദേശിച്ച് തന്നിട്ടുള്ളത് ഈ 18 ആചാര്യന്മാരാണ്. അന്ന് ഇത് മത്സ്യപുരാണത്തിലുള്ളതാണ്. മത്സ്യപുരാണത്തിൽ പറയുന്നതാണ് ഈ 18 ആചാര്യന്മാരാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും, വാസ്തുശാസ്ത്രപരമായി എന്ത് തുടങ്ങുമ്പോഴും ഇവരെ ധ്യാനിച്ചുകൊണ്ട് വേണം എല്ലാവരും. ഞാൻ ഒന്നും കൂടെ ഈ ശ്ലോകം ഉരുവിടാം. നിങ്ങൾ ഇതുകൊണ്ട് കൈ തൊഴുതുകൊണ്ടിരിക്കുക. മനസ്സുകൊണ്ട് നിങ്ങൾ അവരെ ആ ആചാര്യന്മാരെ, ആ 18 ആചാര്യന്മാരെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. അത് നമുക്ക് അനുഗ്രഹം ഉണ്ടാവും. എല്ലാവരും ഒന്ന് ഇരുന്നുകൊണ്ട് മതി, കൈ തൊഴുതുകൊണ്ട് മനസ്സുകൊണ്ട് ആ ആചാര്യന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാമയസ്തഥ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. ഈ ഒരു ശ്ലോകം ഈ നിങ്ങളുടെ 3 വോളിയം ഉണ്ടെന്ന് പറഞ്ഞു. 1ാമത്തെ വോളിയത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും, വാസ്തുശാസ്ത്രപരമായി എന്ത് ചെയ്താലും ഒരു ആർട്ടിക്കിൾ ഏതെങ്കിലും ഒരു വീക്കിലിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഒക്കെ വാസ്തുശാസ്ത്രത്തെ പറ്റി ഒരു ആർട്ടിക്കിൾ വന്നാൽ അത് വായിക്കുന്നതിന് മുമ്പ് ഈ ഒരു ശ്ലോകം മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ 18 ആചാര്യന്മാരെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമ്മൾ തുടങ്ങിയാൽ അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. ഈ ഫീൽഡിലേക്ക് നമ്മൾ വളരെയധികം ആ രംഗത്തെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാകാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് ഇത് സഹായിക്കും. സാങ്കേതികതയും ആത്മീയതയുടെയും കൂടി ഒരു ഒത്തുചേരലാണ് വാസ്തുശാസ്ത്രം. ഇത് ചില ആൾക്കാർ അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ സാങ്കേതികത മാത്രം എടുക്കും, ആത്മീയതയൊക്കെ മാറ്റിക്കളയും. അവർ പിന്നെ പല മരണ ചുറ്റെന്നൊക്കെ പറഞ്ഞൊക്കെ വീടിനൊക്കെ മുറികളിലൊക്കെ ചുറ്റൊക്കെ എന്താണ് നമ്മൾ പഠിക്കും. അതെല്ലാം നിങ്ങളുടെ സിലബസിലുണ്ട്. പക്ഷെ അങ്ങനെ ചുറ്റുകൾ അതൊക്കെ സാങ്കേതികമാണ്, സാങ്കേതികമായ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ അവർ വളരെ പ്രാധാന്യം കൊടുക്കും. പക്ഷെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതുപോലെ തന്നെ വേറെ ചിലരുണ്ട് ഈ സാങ്കേതികത കംപ്ലീറ്റ് തള്ളിക്കളഞ്ഞിട്ട് ആത്മീയം മാത്രം. അവരെ വെറും ജപവും വിളക്ക് കത്തിച്ചിട്ടുള്ള ജപങ്ങൾ, അങ്ങനെയുള്ള മന്ത്രങ്ങൾ, അതിനെല്ലാം വളരെ പ്രാധാന്യം കൊടുത്തിട്ട് ഈ ചുറ്റിന്റെ കാര്യം, അങ്ങനത്തെ കാര്യത്തിനൊന്നും കാര്യമായ പ്രാധാന്യം കൊടുക്കില്ല. അതും നല്ലതല്ല, ശരിയല്ല. കാരണം ഇത് രണ്ടും കൂടെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ 18 ആചാര്യന്മാർ ഇവരെല്ലാവരും നമ്മളുടെ പിന്നെ ഭാരതത്തിലെ പൗരാണിക ഗുരുക്കന്മാരായിരുന്നു, പൗരാണിക മഹർഷി ശ്രേഷ്ഠന്മാരായിരുന്നു. അപ്പൊ അവര് നമുക്ക് തന്നിട്ടുള്ള വാസ്തുശാസ്ത്രത്തിൽ ആത്മീയത കാണും. കാരണം അവർ ആത്മീയ ഗുരുക്കന്മാരായിരുന്നു. ആത്മീയ ഗുരുക്കന്മാർ നമുക്ക് തന്നിട്ടുള്ള ശാസ്ത്രത്തിൽ ആത്മീയത തീർച്ചയായും അടങ്ങിയിട്ടുണ്ട്. ആത്മീയത അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പൊ ഈ സാങ്കേതികതയും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ വാസ്തുശാസ്ത്രം പൂർണ്ണമാവുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റേതിനെ നമ്മൾ ഇപ്പോൾ ഒരു ആത്മീയത വളരെ കുറെ മന്ത്രങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതേസമയം സാങ്കേതികമാണ്, ഇത്തിരി കണക്കുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും വേണ്ട, ഇത് മതി എന്ന് വിചാരിച്ചാൽ ഇത് പൂർണ്ണമല്ല, അത് അപൂർണമായ പഠനമാണ്. അല്ലെങ്കിൽ അപൂർണമായ അത് കഴിഞ്ഞാൽ നിങ്ങൾ വാസ്തുശാസ്ത്രം പ്രയോഗിക്കുമ്പോഴും ഇത് രണ്ടും കൂടെ ചേർന്ന് വേണം പ്രയോഗിക്കാൻ. എന്നാൽ മാത്രമേ പൂർണ്ണമായ വാസ്തുശാസ്ത്രത്തിനുള്ള ആ ഗുണങ്ങൾ നമുക്കുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. സാങ്കേതികതയുടെയും ആത്മീയതയും കൂടി ഒരു മനോഹരമായ കൂടിച്ചേരലാണ് വാസ്തുശാസ്ത്രം. നമുക്ക് വേൾഡ് ട്രേഡ് സെന്റർ US നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എല്ലാം പ്ലെയിൻ വന്ന് കയറി എല്ലാം പോയിട്ടുള്ളത്. അത് ആ സമയത്ത്, അതായത് ഒരു ഹിന്ദു പേപ്പർ 2003 ആഗസ്റ്റ് 11 അന്നത്തെ ഹിന്ദു പേപ്പറിൽ ആ വേൾഡ് ട്രേഡ് സെന്റർ USA വാസ്തുശാസ്ത്രവുമായി ചില വാസ്തുശാസ്ത്രപരമായ കുറെ ദോഷങ്ങളും ആ ദോഷങ്ങൾ ഇതിങ്ങനെ അതുകൊണ്ടാണ് മാത്രം പറഞ്ഞില്ല, അത് ഇങ്ങനെ പൊളിയാനുള്ള അല്ലെങ്കിൽ അത് താന്നു വീഴാനുള്ള ഒരു പ്രധാന കാരണമായിട്ടും കാണിച്ചിട്ട് അന്നത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഹിന്ദു പേപ്പറുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവിടുത്തെ ഈ ഡേറ്റിൽ 2003 ആഗസ്റ്റ് 11 ഹിന്ദു പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അതിൽ വളരെ സവിസ്തരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ വേൾഡ് ട്രേഡ് സെന്റർ USAയുടെ ആ എല്ലാം കത്തി വീഴാനുള്ള പൊളിഞ്ഞു വീഴുന്നതിനുള്ള ഒരു പ്രധാന കാരണം വാസ്തു നിബന്ധനകൾ പാലിക്കാത്തതുകൊണ്ടാണ്.
അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഈ ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവർ ഹിന്ദുവിൻ്റെ ഓഫീസിൽ അവിടെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡേറ്റിൽ കിട്ടിയെന്ന് വരും. അപ്പോൾ കിട്ടിയെങ്കിൽ നോക്കാം. ഇനി ഈ ക്ലാസ്സിനെ പറ്റി നമ്മൾ ഒരു നിശ്ചയദാർഢ്യത്തോടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നമുക്കിത് കാരണം ഇത് പരീക്ഷ പാസ്സാകുക എന്നായിരിക്കരുത് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം. പരീക്ഷ പാസ്സാകേണ്ട അത്യാവശ്യമാണ്, പരീക്ഷ പാസ്സാകുക എന്നുള്ളൊരു മസ്റ്റാണ്. പക്ഷേ പരീക്ഷ പാസ്സാകുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, ഈ സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുക. ഈ ഒരു ദൈവികമായ ഒരു വിഷയമാണ്. എന്ത് വിഷയമാകും, ഈ വിഷയം ശരിക്കും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു നിശ്ചയദാർഢ്യം നിങ്ങൾ ഇപ്പോഴേ എടുക്കണം. എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുക. അതൊക്കെ വളരെ നിശ്ചയദാർഢ്യത്തോട് മുന്നോട്ട് പോവുക. എന്നാൽ നിങ്ങൾക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും, കാരണം 100% ആത്മാർത്ഥതയോടെ ആയിരിക്കും ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണം എത്രയെന്ന് നിങ്ങളെ ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ എത്രമാത്രം ഇതിനകത്ത് താല്പര്യം എടുക്കുന്നുണ്ട്, എത്ര ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം. അപ്പോൾ ആ നിശ്ചയദാർഢ്യം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ രണ്ടാമത്, പൂർണ്ണമായ പങ്കെടുക്കൽ, 100% കമ്മിറ്റ്മെന്റോട് പങ്കെടുക്കുക. ഇപ്പൊ നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാളിംഗ് ബെല്ല് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഫോൺ അറ്റൻഡ് ചെയ്യുന്നു, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണമായ പങ്കെടുക്കൽ ആയിരിക്കില്ല. അപ്പോൾ 100% കമ്മിറ്റ്മെന്റോടി ആ സമയത്ത് 2 മണിക്കൂർ, 8 മണി മുതൽ ഒരു 9:45, 1:45 മണിക്കൂർ ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുക. അതാണ് പൂർണ്ണമായ പങ്കെടുക്കൽ. നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് 100% നിങ്ങൾ ഈ ക്ലാസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പരീക്ഷയ്ക്ക് 100 മാർക്കും 100ൽ 100 മാർക്കും കിട്ടി, എല്ലാം കിട്ടിയാലും ഈ ക്ലാസ്സിൽ നിന്നും പരമാവധി നിങ്ങൾക്ക് ലഭിക്കുന്നത് വാസ്യാസ്ത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുടെ 25% നിങ്ങൾക്ക് കിട്ടും. എത്രമാത്രം നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചാലും, എത്രമാത്രം ആത്മാർത്ഥമായി ഞാൻ പഠിപ്പിച്ചാലും പറഞ്ഞു തന്നാലും, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുടെ 25% കിട്ടുള്ളൂ. ഇനി രണ്ടാമത് 25% എന്ന് പറഞ്ഞാൽ സ്വാധ്യായം, സ്വയം പഠിക്കുക. സ്വയം പഠിക്കാൻ ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ വീട്ടിൽ പോയി നോക്കണം. സാധാരണ പലരും ചെയ്യുന്നത്, എല്ലാവരും വളരെയധികം ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്, പല പല കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇന്ന് പഠിപ്പിക്കുമ്പോൾ നോട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ പുസ്തകം കൊണ്ടുപോകുന്നു, പിന്നീട് ഇതിനെപ്പറ്റി ആലോചിക്കുന്ന അടുത്ത ക്ലാസ് വരുമ്പോഴായിരിക്കും. അങ്ങനെയല്ല, നമ്മൾ ഇടയ്ക്ക് ഇന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് അതൊന്ന് നോക്കിക്കൊണ്ട് വരിക, ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരിക. ആ സ്വയമുള്ള പഠിത്തം, അത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കേൾക്കുന്ന മാത്രമല്ല, സ്വയം നിങ്ങൾ പഠിക്കാനും അത് 25% അതിൽ നിന്നാണ് കിട്ടുന്നത്. സോ 25% ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് നമുക്ക് കിട്ടും. രണ്ടാമത് 25% നിങ്ങളുടെ സ്വയം മനനം ചെയ്യുന്നതിൽ കൂടി കിട്ടും. അപ്പൊ അത് രണ്ടും കൂടെ 50%. പിന്നെ മൂന്നാമത്തത്, മറ്റു വഴികളിൽ കൂടി 25%. എന്താണ് ഈ മറ്റു വഴികൾ? വേറെ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റുള്ള പല വിദഗ്ധന്മാരുടെ ആർട്ടിക്കിളൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കാൻ നോക്കുക, മനസ്സിലാക്കാൻ നോക്കുക. ലൈബ്രറിയിലൊക്കെ പോയ വാസ്തുശാസ്ത്രത്തെ പറ്റി പുസ്തകങ്ങളുണ്ട്. അല്ലെങ്കിൽ വേറെ സെമിനാറുകൾ, വാസ്തുശാസ്ത്രപരമായിട്ടുള്ള സെമിനാറുകളൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെ അതൊക്കെ മറ്റു വഴികളാണ്. അങ്ങനെ നമുക്ക് 25% ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ അങ്ങനെയുള്ള വഴികൾ കൂടി കിട്ടും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ 25% ഫ്രം എക്സ്പീരിയൻസ്. നിങ്ങൾ ഈ പഠിച്ചിട്ട് പിന്നെ മിണ്ടാതിരുന്നാൽ കുറെ കഴിയുമ്പോൾ നിങ്ങളെല്ലാം ഈ പഠിച്ചെല്ലാം മറന്നു. എത്ര ഓർമ്മശക്തിയുള്ള ആളായാലും ശരി, നിങ്ങളിപ്പോൾ ഈ ഒരു 5, 6, 7 മാസം നമ്മളിത് പഠിക്കുന്നു, പഠിച്ചു കഴിഞ്ഞ് കുറെ നാൾ നിങ്ങൾ ഇതിനെപ്പറ്റി നോക്കുക എന്നാൽ നമ്മുടെ തലേന്ന് പോയിരിക്കും, അത് സംശയമില്ല. അപ്പൊ ആ എക്സ്പീരിയൻസ്, പ്രവർത്തന പരിചയമാണ് ബാക്കി ലാസ്റ്റ് 25%. ഇത് 4ഉം കൂടെ ആയാലേ 100%. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുടെ 100% ആകണമെങ്കിൽ ഇത് 4ഉം വേണം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, അതിൽ മുന്നോട്ട് പോവുക. പരീക്ഷയേക്കാൾ കൂടുതൽ ഈ സബ്ജക്റ്റ് മനസ്സിലാക്കണം എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴേ നിശ്ചയദാർഢ്യം എടുക്കുക. പിന്നെ ഒരു ഗവേഷണ ത്വര, നമ്മൾ ഈ ക്ലാസ്സിൽ മുന്നോട്ട് പോകേണ്ടത് ഒരു ഗവേഷണ ത്വരയോടുകൂടി ആയിരിക്കണം. ഗവേഷണ ത്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, നേരത്തെ സൂചിപ്പിച്ചാണ്, ഇന്നൊരു കാര്യം ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ദോഷമുണ്ട്, അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ ഇന്ന ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പരിചയമുള്ള നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ ആ ദോഷം ചിലപ്പോൾ, അല്ലെങ്കിൽ ആ ദോഷമോ അല്ലെങ്കിൽ ഗുണമോ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പൊ ആ ദോഷത്തിന്റെ അല്ലെങ്കിൽ ഗുണം അവർക്ക് അനുഭവത്തിൽ വരുന്നുണ്ടോ? ഇപ്പൊ ഏതെങ്കിലും ഒരു ദോഷം കൊണ്ട് സാമ്പത്തികമായ ഗുണമുണ്ടാകും, അല്ലെങ്കിൽ സാമ്പത്തികമായ ദോഷം ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പൊ അത് നമുക്ക് പരിചയമുള്ള വീട്ടിൽ ആ ദോഷം അല്ലെങ്കിൽ ആ ഗുണം ഉണ്ടെന്നിരിക്കട്ടെ, അവർക്ക് ആ ഗുണം അല്ലെങ്കിൽ ദോഷം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അവിടെയാണ് ഞാൻ കോമ്പൻസേറ്റിംഗ് കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ഒക്കെ വരുന്നത്. ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്? അതൊരു ഒരു റിസർച്ച് ഓറിയന്റഡ് മെന്റാലിറ്റി എന്ന് പറയും. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും ആ സബ്ജക്റ്റ് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഉറക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ സ്വന്തം വീടുകൾ, കാരണം
നമ്മൾ താമസിക്കുന്നതും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും താമസിക്കുന്ന എല്ലാം വീടുകളിലാണ്. ആ വീടുകളുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഗവേഷണ ത്വരയോട്, റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി നമ്മൾ ഈ സബ്ജക്റ്റിനെ നമ്മൾ ഫേസ് ചെയ്താൽ, അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഗുണം കിട്ടും. നമുക്കത് കൂടുതൽ അത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിൽ അത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഗവേഷണ ത്വരയോടുകൂടി ഈ ക്ലാസ്സിൽ മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് ദൈവീക ബോധം. കാരണം നമ്മുടെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ട്, നമ്മുടെ മുകളിൽ ഒരു ശക്തിയുണ്ട്. ദൈവവിശ്വാസിയോ അല്ലയോ അതൊന്നും അല്ല, പക്ഷെ നമ്മുടെ മുകളിൽ ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിന്നും നമുക്കിങ്ങനെ ഏറ്റവും പല പല കാര്യങ്ങളും നമുക്ക് ആ ശക്തി, ഒരു ലിങ്ക് ഉണ്ട്. നമ്മളും ആ ശക്തിയുമായിട്ടൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ആ ലിങ്കിനെ പറ്റി നമ്മളിൽ പലരും ബോധവാന്മാരല്ല. അവയർനെസ് അബൌട്ട് ദ ലിങ്ക്, നമ്മുടെ അപ്പർ ഫോഴ്സ്, ആ ഒരു ശക്തിയെ നമ്മളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലിങ്ക്, അതിൽ നമ്മളും ആ ശക്തിയുമായിട്ടുണ്ടെന്നും ആ ലിങ്ക് ഏറ്റവും പ്രധാനമാണെന്നും അതിനെപ്പറ്റി അവെയർ ആവുക, ഒരു ബോധമുണ്ടാവുക. കാരണം ലിങ്ക് ഉണ്ട്, പക്ഷെ അതിനെപ്പറ്റി ബോധമില്ലെങ്കിൽ ആ ലിങ്കിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പൂർണ്ണമായി കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളുമായിട്ട് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കൂടി ആ ഒരു കണക്ഷൻ, ആ ശക്തിയുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനെ പറ്റി നമ്മൾ ബോധവാന്മാരായാൽ ആ കണക്ഷനിൽ കൂടി നമുക്ക് പല പല സഹായങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു ബോധം ഉണ്ടായിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഭൃഗർ അത്രി വസിഷ്ഠസ്യ എന്നുള്ള ശ്ലോകം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി ഓരോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ആ 18 ആചാര്യന്മാരെ ഓർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അതും ഈ ദൈവിക ബോധം വർദ്ധിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കും. ഇനി ഒരു ചെറിയൊരു ഇതും കൂടെ കാണിച്ചിട്ട് നമ്മൾ ഈ സിലബസിലേക്ക് പോകും. ഇപ്പൊ ഇവിടെ ഇത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, ഒരു റെക്ടാങ്കിൾ, ഒരു സ്ക്വയർ, നമുക്കൊരു സ്ക്വയർ കാണാം. അതിന്റെ 4 വശങ്ങൾ, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഇതിനെ നമ്മൾ 9 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. നോക്കാം. ഇപ്പൊ 9 ഭാഗങ്ങളായിട്ട്, അപ്പൊ ഒരു വലിയ സ്ക്വയറിനെ 9 ചെറിയ സ്ക്വയറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ നമ്മളിപ്പോഴ് സാധാരണ ഇതൊരു വീടാണെന്ന് നിൽക്കട്ടെ. അപ്പോൾ ഈ ഏറ്റവും വെളിയിൽ കാണുന്ന ആ വര ഒരു പിന്നെ സ്ക്വയറായിട്ട് കാണുന്ന ഒരു വീടാണെന്നിരിക്കട്ടെ. ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ കിഴക്ക് വശം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്തെ അറ്റം മുതൽ വലത്തെ അറ്റം വരെ കിഴക്ക് വശമാണ്. അതുപോലെ ആ മുകളിൽ താഴെ വരെയാണ് സൗത്ത്, ഇടത്തുവശം നോർത്ത്, താഴെ. പക്ഷെ അതങ്ങനെയല്ല. ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ ആ ഒരു കോളം മാത്രമാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മുകളിലോട്ട് ആ ഈസ്റ്റിന്റെ വടക്കോട്ട് വരുന്നത് ഈസ്റ്റ് അല്ല, അത് ഏതാണെന്ന് പറയും. ഇത് ഈസ്റ്റ്. അതുപോലെ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മാത്രമാണ്, ആ ഒരു കോളം മാത്രമാണ് വെസ്റ്റ്. അതുപോലെ നോർത്തും സൗത്തും. അപ്പൊ ആ മൂലക്കുള്ളത് 4 മൂലകളുള്ളത് ഈസ്റ്റോ സൗത്തോ നോർത്തോ വെസ്റ്റോ അല്ല. ഇപ്പൊ ഇവിടെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കുക, ആ കിഴക്ക് വശത്തുള്ള ആകെ നീളത്തെ, ഇപ്പൊ ഇത് വീടാണെങ്കിൽ ആ വീടിന്റെ കിഴക്ക് വശത്തുള്ള ആകെ നീളത്തെ 3ആയിട്ട് ഭാഗിച്ചാൽ ഏറ്റവും മധ്യത്തിലുള്ള 1/3 മാത്രമേ ഉള്ളൂ കിഴക്ക്. അതിന്റെ ഇടതുവശത്തോട്ട് അല്ലെങ്കിൽ വടക്ക് വശത്തോട്ടുള്ള ഭാഗം നോർത്ത് ഈസ്റ്റിന്റെ ഭാഗമാണ്. അതുപോലെ ഈസ്റ്റ് എന്ന് പറയുന്ന മധ്യത്തിലുള്ള ഭാഗത്തിന്റെ തെക്ക് വശത്തോടുള്ള ഭാഗം സൗത്ത് ഈസ്റ്റിന്റെ ഭാഗമാണ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കിന്റെ ഭാഗമാണ്. അതുപോലെ നമ്മൾ ഇപ്പൊ തെക്ക് നോക്കുക, തെക്കെന്ന് പറഞ്ഞാൽ മുഴുവൻ നീളത്തെ 3ആയിട്ട് ഭാഗിച്ചാൽ മധ്യത്തിലുള്ള ഒരു ഭാഗമാണ് സൗത്ത്. അതിന് കിഴക്കോട്ടുള്ള ഭാഗം സൗത്ത് ഈസ്റ്റ്, പടിഞ്ഞാറോട്ടുള്ള ഭാഗം സൗത്ത് വെസ്റ്റ്. അപ്പൊ അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ്, ആ ഒരു ഭാഗം കംപ്ലീറ്റ് നോർത്ത് വെസ്റ്റ് ആണ്. പിന്നെ സെന്റർ, ബ്രഹ്മസ്ഥാനം എന്ന് നമ്മൾ പറയുന്ന സെന്റർ ഭാഗത്തിനാണ്. അത് ഇത്രയും ബ്രഹ്മസ്ഥാനമാണ്. അപ്പൊ 9ആയിട്ട് ഇങ്ങനെ ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 ദിശകളും 4 മൂലകളും അതുപോലെ ബ്രഹ്മസ്ഥാനം അല്ലെങ്കിൽ സെന്റർ നമുക്ക്. അപ്പൊ ഇതാണ് നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കണം. അതായത് നോർത്ത്, ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ബ്ലൂ കളറിൽ ഒരു ഇത് വരും നോക്കിക്കോളാം. ഇത് ഇപ്പൊ ഈസ്റ്റ് എന്ന് പറഞ്ഞ ആ ആരോ ഉള്ള ഭാഗം മാത്രമേ ഉള്ളൂ ഈസ്റ്റ്. അതുപോലെ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ ഇപ്പോൾ ഒരു ആരോ വന്നു, ആ ഭാഗം ഇത്രയാണ് വെസ്റ്റ്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടുള്ള ഭാഗം വരും. വെസ്റ്റ് ആ ബ്രഹ്മസ്ഥാനം വരെയുള്ള ആ ഉള്ളിലുള്ള ഭാഗം അതും വരും. വെളിയിലുള്ള ഭാഗത്ത് ഈ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമേ ഉള്ളൂ. അതുപോലെ നോർത്ത്, ആ ഒരു ആരോ കാണുന്ന ഭാഗം മാത്രമേ നോർത്ത് ഉള്ളൂ. തെക്ക് വശത്ത് ഒരു ആരോ കാണുന്ന ഭാഗം മാത്രമേ സൗത്ത് ഉള്ളൂ. ഇനി നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക, ഈ 2 ആരോകൾ, ഈ 2 ആരോകൾ ഉള്ള ഭാഗം അത്രയും നോർത്ത് ഈസ്റ്റ് ആണ്. അതുപോലെ സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ അത് നോർത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ ഈ 2 ആരോകൾ, അത് അത്രയും ചെയ്യുന്നത് ഇത്രയും സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ അതും ആ 2 ആരോകൾ, ആ ഒരു ആരോയും ഇത് രണ്ടും കൂടെ ചേരുന്നത് സൗത്ത് വെസ്റ്റ് ആണ്.
നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലം നോർത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പൊ ഇവിടെ ഒരു 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 ബ്ലൂ കളർ നോക്കുക. സപ്പോസ് ഈ അവരൊരു ബ്ലൂ കളർ ഇപ്പൊ നമുക്ക് നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് കണ്ടു. ആ ബ്ലൂ കളർ ടോയ്ലറ്റ് ആണ് ഇരിക്കട്ടെ. അപ്പൊ ചില ആളുകൾ പറയാം മൂലയ്ക്ക് പാടില്ല, നോർത്ത് ഈസ്റ്റ് ആണ്, അവിടെ പാടില്ല, മാറി വേണം. ഇപ്പൊ കുറെ അതുകൊണ്ട് മാറ്റി. പക്ഷെ ഇപ്പോഴും ആ ബ്ലൂ കളർ കംപ്ലീറ്റും നോർത്ത് ഈസ്റ്റ് തന്നെയാണ്. കാരണം നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൂല രണ്ട് ഈസ്റ്റും നോർത്തും കൂടെ ചേരുന്ന ആ ഒരു പോയിന്റ് മാത്രമല്ല, ആ 1/3 ഭാഗം മുഴുവൻ നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പൊ ഈ ആ ഒരു നീല നിറം കാണുന്ന നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിന് അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ കൂടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പക്ഷെ ഇപ്പൊ ജനറൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യവും മുന്നോട്ട് ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ സിലബസ് ആണ്, ഇത് എഴുതിക്കോളൂ നിങ്ങൾ. ഡിപ്ലോമ കോഴ്സ് വാസ്തുശാസ്ത്രം സിലബസ് എല്ലാവരും എഴുതിക്കോളൂ. ഞാൻ ഉദ്ദേശം 1 മണിക്കൂർ ഉദ്ദേശം 1 മണിക്കൂർ ആകാൻ പോകുന്നു. 8 മണിക്കൂർ 9 ആയില്ല, 5 മിനിറ്റുണ്ട്. ഓക്കെ, ഡിപ്ലോമ കോഴ്സ് വാസ്തുശാസ്ത്രം സിലബസ് എഴുതിയിരിക്കുന്നു. ഞാൻ സ്പീഡ് കൂടിപ്പോകലോ ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും മ്യൂട്ട് ചെയ്യുക. പുസ്തകം 1, അതായത് 3 പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു. വോളിയം 1, വോളിയം 2, വോളിയം 3. അതിൽ വോളിയം 1-നാണ് പുസ്തകം 1 എന്നിട്ടേക്കുന്നത്. അതിൽ വരുന്ന സിലബസ് ആണ് ആദ്യം പറയുന്നത്. അധ്യായം 1, ചാപ്റ്റർ 1, പുസ്തകം 1 അധ്യായം 1, ചാപ്റ്റർ 1, വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. ആ ചാപ്റ്ററിന്റെ പേരാണ് വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. അണ്ടർലൈൻ ചെയ്യുക, അത് ഹെഡിങ് ആണ്. ആ ചാപ്റ്ററിന്റെ പേരാണ്, ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. എഴുതിയായിരിക്കുന്നു. ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാൻ മടിക്കരുത്, ഞാൻ കുറച്ച് സ്ലോ ആകാം. വാസ്തു സ്ക്രീനിൽ കാണാൻ ഒക്കത്തില്ലേ? വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. അധ്യായം 1 വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. അത് ചാപ്റ്റർ ഹെഡിങ് ആണ്. അതിന്റെ താഴോട്ട് എഴുതിക്കോളൂ നിമിത്തം, നിമിത്തം, ശുഭനിമിത്തങ്ങൾ. സ്പീഡ് കൂടി പോവുകയാണെങ്കിൽ പറയണം. വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും അണ്ടർലൈൻ ചെയ്യുക, അത് ചാപ്റ്റർ ഹെഡിങ് ആണ്. അത് കഴിഞ്ഞ് നിമിത്തം, അത് കഴിഞ്ഞ് ശുഭ നിമിത്തങ്ങൾ, അശുഭ നിമിത്തങ്ങൾ, അശുഭ നിമിത്തങ്ങൾ, വാസ്തു മുഹൂർത്തം, വാസ്തു മുഹൂർത്തം, എഴുതുന്നതായിരിക്കുന്നു. വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയം, വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയം, വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയം. ഇനിയിപ്പോ ഇത് മാറി എഴുതുന്നതായിരിക്കുന്നു. എഴുതിയില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഓക്കെ, ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ, ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ. ഉത്തമ മാസങ്ങൾ, അതായത് ഗൃഹനിർമ്മാണത്തിന് ഉത്തമമായ മാസങ്ങൾ, ഉത്തമ മാസങ്ങൾ, ഉത്തമ മാസങ്ങൾ. ഉത്തമ വാരങ്ങൾ, ഏതാഴ്ചകളാണ്? തിങ്കൾ, ചൊവ്വ, വാരങ്ങൾ, ഉത്തമ വാരങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് സ്വീകാര്യമായ നക്ഷത്രങ്ങൾ, ഉത്തമ മാസങ്ങൾ, ഉത്തമ വാരങ്ങൾ. ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ, ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ. ഗൃഹപ്രവേശനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ എഴുതുന്നതായിരിക്കുന്നു. ഉത്തമ മാസങ്ങൾ, അതായത് ഗൃഹപ്രവേശനത്തിന് ഉത്തമ മാസങ്ങൾ. ഉത്തമ വാരങ്ങൾ, ഉത്തമ വാരങ്ങൾ. ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ, ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ.
ശിലാസ്ഥാപനത്തിന് ഉത്തമമായ നക്ഷത്രങ്ങൾ. ശിലാന്യാസം. സംശയം ഉണ്ടെങ്കിൽ നോക്കി എഴുതാം. സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ശിലാന്യാസം. ശിലാന്യാസം. ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം, ആഴ്ച. ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം, ആഴ്ച. ഉത്തരം, കട്ടിള എന്നിവ വയ്ക്കുന്നതിനുള്ള നക്ഷത്രം, ആഴ്ച. എഴുതിയെന്ന് വിചാരിക്കുന്നു. കിണർ കുഴിക്കുന്നതിന്, അത് കിണർ കുഴിക്കുന്നതിനുള്ള സമയവും നക്ഷത്രവും എല്ലാം. കിണർ കുഴിക്കുന്നതിന്. ഓക്കെ. ഗോശാല, അത് എഴുത്തിൽ ചെയ്യാനുള്ള സമയം. ഓക്കെ. അധ്യായം 2. അപ്പൊ ഇത്രയാണ് അധ്യായം 1, ചാപ്റ്റർ 1. അടുത്ത ചാപ്റ്റർ 2, അധ്യായം 2. മറ്റേത് എഴുതിയിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും വീണ്ടും കാണിക്കണമെങ്കിൽ പറയണം, അൺമ്യൂട്ട് ചെയ്ത് പറയണം. അധ്യായം 2. ഇതില് ഒന്ന് കാണിക്കോ? ഇതാണോ? ഓക്കെ, കഴിയുമ്പോ പറയണം. കഴിഞ്ഞോ? ഓക്കെ. ഞാൻ നേരത്തെ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഞാൻ അടുത്തിലോട്ട് പോവില്ല. എല്ലാവരും ആയിക്കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോവുകയാണ്. അധ്യായം 2, ചാപ്റ്റർ 2. അത് നമ്മൾ വീടിനെ പറ്റിയൊന്നും അല്ല, ഭൂമിയെ പറ്റിയുള്ളതാണ്. നമ്മൾ ആദ്യം വീടിലോട്ട് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് മുമ്പ് വീടിരിക്കുന്ന സ്ഥലത്തെ പറ്റി ആദ്യം നോക്കണം. അപ്പോൾ അതിലാണ് അധ്യായം 2 എന്ന് പറഞ്ഞാൽ വസുധാ ലക്ഷണം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അത് ഭൂമിയുടെ ലക്ഷണം, വസുധാ ലക്ഷണം. അത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ. ആദ്യത്തെ ഉത്തമ ഭൂമി ലക്ഷണം. ഉത്തമ ഭൂമി ലക്ഷണം. ഉത്തമ ഭൂമി ലക്ഷണം. അടുത്തത് അധമ ഭൂമി ലക്ഷണം. അധമ ഭൂമി ലക്ഷണം. അടുത്തത് ഭൂമി ദോഷ പരിഹാരം. ഭൂമി ദോഷ പരിഹാരം. അടുത്തത് വീധി ലക്ഷണങ്ങളും ഫലങ്ങളും. വീധി ലക്ഷണങ്ങളും ഫലങ്ങളും. സംശയമുള്ളവർ സ്ക്രീനിൽ നോക്കിക്കോണം. വീധി ലക്ഷണങ്ങളും ഫലങ്ങളും. അടുത്തത് വാസ്തുവിൻ്റെ അംഗഹീനത്വം. വാസ്തുവിൻ്റെ അംഗഹീനത്വം. വാസ്തുവിൻ്റെ അംഗഹീനത്വം. ഭൂപരീക്ഷണം. 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 താഴെ ഇരിക്കുള്ളൂ. ജാംഗലം. സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. ജാംഗലം. അനൂപം. ജാംഗലം കഴിഞ്ഞ അനൂപം. അടുത്തത് സാധാരണം. ജാംഗലം, അനൂപം, സാധാരണം. ഗോമുഖി. ഗോമുഖി. സാധാരണം കഴിഞ്ഞിട്ട് ഗോമുഖി. ഇത് എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇത് സ്ക്രീൻ മാറ്റാൻ പോവാണ്. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയണോ ആരെങ്കിലും? ഓക്കെ. അടുത്ത സ്ക്രീനിൽ ഗോമുഖിയുടെ താഴെയാണ് വ്യാഘ്രമുഖി. ഗോമുഖിയുടെ താഴെയായിട്ട് എഴുതിക്കൊള്ളുക, വ്യാഘ്രമുഖി. അടുത്തത് ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭൂമി ഗൃഹനിർമ്മാണത്തിന്
തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുന്ന വിചാരിക്കുന്നു. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ എഴുതുന്ന വിചാരിക്കുന്നു. അധ്യായം അടുത്ത ഇപ്പൊ ചാപ്റ്റർ 2 കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ 3. ചാപ്റ്റർ 2 നമ്മൾ ഭൂമിയെ പറ്റിയായിരുന്നു. അടുത്ത ചാപ്റ്റർ 3 അധ്യായം 3. അതിന്റെ ഹെഡിങ് വൃക്ഷങ്ങൾ. വൃക്ഷങ്ങൾ. വൃക്ഷ ശുഭാശുഭത്വം ഗൃഹനിർമ്മാണത്തിൽ. വൃക്ഷങ്ങൾ ഹെഡിങ് ചെയ്തിട്ട് താഴെ ആദ്യം എഴുതുക വൃക്ഷ ശുഭാശുഭത്വം. അത് ശുഭവും അശുഭവും. വൃക്ഷ ശുഭാശുഭത്വം ഗൃഹനിർമ്മാണത്തിൽ. എഴുതുന്നതായിരിക്കുന്നു. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ. എഴുതുന്നതായിരിക്കുന്നു. സ്ത്രീ ഡാഷ് പുരുഷ ഡാഷ് നപുംസക വൃക്ഷങ്ങൾ. സ്ത്രീ പുരുഷ നപുംസക വൃക്ഷങ്ങൾ. ഇത്ര എഴുതുന്നതായിരിക്കുന്നു. മാറ്റാമല്ലോ. ആർക്കെങ്കിലും എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. അധ്യായം 4 ചാപ്റ്റർ 4. ദേവതാ സങ്കല്പം. ദേവതാ സങ്കല്പം. വാസ്തു പുരുഷൻ. ദേവതാ സങ്കല്പം ചാപ്റ്റർ ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്യുക. അത് കഴിഞ്ഞ് വാസ്തു പുരുഷൻ. 45 ദേവനാമങ്ങൾ. 45 ദേവനാമങ്ങൾ. നിത്യവാസ്തു. നിത്യവാസ്തു. ചരവാസ്തു. നിത്യവാസ്തു കഴിഞ്ഞിട്ട് ചരവാസ്തു. സ്ഥിരവാസ്തു. നിത്യവാസ്തു, ചരവാസ്തു, സ്ഥിരവാസ്തു. അഷ്ടദിക് പാലകർ. അഷ്ടദിക് പാലകർ. എഴുതിയിരിക്കുന്നു. പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങൾ. അടുത്തത് ചാപ്റ്റർ 5 അധ്യായം 5. സാറേ ഒന്ന് കാണിക്കണം ലാസ്റ്റ്. ഓക്കെ. എഴുതിട്ട് പറയണം. ഓക്കെ ഓക്കെ. ഉയർത്ത അറിവില്ലെന്ന് വിചാരിക്കുന്നു. അധ്യായം 5 ചാപ്റ്റർ 5. സ്ഥാനനിർണയം അണ്ടർലൈൻ ചെയ്യുക. സ്ഥാനനിർണയം അണ്ടർലൈൻ ചെയ്യുക. ഹെഡിങ് ആണ്, ചാപ്റ്റർ ഹെഡിങ്. വീഥി കൽപ്പന. വീഥി കൽപ്പന. മഹാക്ഷേത്രം. മഹാക്ഷേത്രം. ഖണ്ഡനിർണയം. ഖണ്ഡനിർണയം. മധ്യമക്ഷേത്രം. മധ്യമക്ഷേത്രം. അല്പക്ഷേത്രം. മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം. പദവിന്യാസം.
പദവിന്യാസം. മർമ്മദോഷം. പദവിന്യാസം, അത് കഴിഞ്ഞ് മർമ്മദോഷം. ചാപ്റ്റർ 6 അതുവരെ എഴുതുന്നതായിരിക്കുന്നു. മർമ്മദോഷം വരെ എഴുതുന്നതായിരിക്കുന്നു. ഓക്കെ. അധ്യായം 6 ചാപ്റ്റർ 6 ഹെഡിങ് മാനനിർണയം. അളവുകളെ പറ്റിയുള്ളതാണ്. കോല, അങ്കുലം എന്നുള്ള അളവുകളെ പറ്റിയുള്ളതാണ്. മാനനിർണയം. കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ. കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ. കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ. മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ. മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ. കോലിന്റെ അടിസ്ഥാനം. കോലിന്റെ അടിസ്ഥാനം. കോലിന്റെ അടിസ്ഥാനം. അധ്യായം 7 ചാപ്റ്റർ 7 ഹെഡിങ് യോനി കൽപ്പന. അണ്ടർലൈൻ ചെയ്യുക. അധ്യായം 7 ചാപ്റ്റർ 7 ഹെഡിങ് യോനി കൽപ്പന. താഴെ അത് ചുറ്റളവ്. ചുറ്റളവ്. അത് കഴിഞ്ഞ് വീണ്ടും യോനി കൽപ്പന. യോനി കൽപ്പന ചാപ്റ്റർ ഹെഡിങ്ങുമാണ്. യോനി കൽപ്പന വീണ്ടും ചുറ്റളവ്. അത് കഴിഞ്ഞ് യോനി കൽപ്പന. ആയം. ആയം. വ്യയം. ചുറ്റളവ്, യോനി കൽപ്പന, ആയം, വ്യയം. എഴുതി വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ പറയണം. അടുത്ത പേജിലോട്ട് പോവാണ്. ഓക്കെ. അപ്പൊ ആയം, വ്യയം. ഇനി വ്യയത്തിന്റെ അടിയിൽ അല്ല, ഇവിടുത്തെ ഈ പേജിൽ തന്നെ യോനി. ആയം, അത് കഴിഞ്ഞ് വ്യയം, അതിന്റെ താഴെയായിട്ട് എഴുതിക്കോളൂ യോനി. ആയം, വ്യയം കഴിഞ്ഞതിന് താഴെ എഴുതണം യോനി. താഴെയായിട്ട് എഴുതിക്കോളൂ യോനി. നക്ഷത്രം. നക്ഷത്രം. യോനി കൽപ്പനയിൽ ചുറ്റളവ്, യോനി കൽപ്പന, ആയം, വ്യയം, യോനി, നക്ഷത്രം. ഒന്നിന് താഴെ ഒന്ന് എഴുതിക്കോളൂ യോനി, നക്ഷത്രം. വാരം. വാരം. അതിന് താഴെ തിഥി. വാരത്തിന് താഴെയായിട്ട് എഴുതിക്കോളൂ തിഥി. തിഥി. ആയുസ്. ആയുസ്. പക്ഷാന്തര വ്യയം. പക്ഷാന്തര വ്യയം. എഴുതി കഴിഞ്ഞ് നോക്കി അടുത്ത പേരിലോട്ട് പോവുകയാണ്. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയാം. അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. അധ്യായം 8 ചാപ്റ്റർ 8 അനുബന്ധം. അനുബന്ധം. പദയോനി കണക്കുകൾ. പദയോനി കണക്കുകൾ. കൈക്കണക്ക് പട്ടിക. കൈക്കണക്ക് പട്ടിക. പദയോനി കണക്കുകൾ, കൈക്കണക്ക് പട്ടിക. മരണച്ചുറ്റളവുകൾ. 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 മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. അടുത്തത് കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ.
എഴുതുന്നതായിരിക്കുന്നു. പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ, അത് കഴിഞ്ഞ് പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. എഴുതുന്നതായിരിക്കുന്നു. അടുത്ത എഴുതി കഴിഞ്ഞിട്ട് ആരെങ്കിലും എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. അടുത്ത പേരിലോട്ട് പോകാനാണ്. ഓക്കെ. അടുത്ത ഇതോടെ പുസ്തകം 1 കഴിഞ്ഞു, വോളിയം 1 കഴിഞ്ഞു. അടുത്ത വോളിയം 2 ആണ്, പുസ്തകം 2. ഈ പുസ്തകങ്ങൾ ഈ കോഴ്സിൽ ചേരുന്നവർക്ക് അവർക്ക് അവരുടെ വീട്ടിലെ അഡ്രസ്സ് കൊടുക്കണം. ഗ്രൂപ്പ് വഴി കൊടുത്താൽ മതി, നിങ്ങൾക്ക് പുസ്തകം വീട്ടിലേക്ക് അയച്ചു തരും. ഈ 3 പുസ്തകവും. പുസ്തകം 2 തുടങ്ങുന്ന അധ്യായം 9, ചാപ്റ്റർ 9. ഈ ബുക്കുകൾ വെളിയിൽ കിട്ടില്ല. ഓൺലി ടെക്സ്റ്റ് ബുക്കായിട്ട് ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിലും അതുപോലെ തന്നെ സംസ്കൃത കോളേജിൽ ബേസിക് അഡ്വാൻസ് കോഴ്സ് എടുക്കുന്നത് ഞാനാണ്. അവിടെ ഇത്രയും ടെക്സ്റ്റ് ബുക്കായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് വേറെ ജനറൽ പബ്ലിക്കിന് ഇത് അവൈലബിൾ ആയിരിക്കില്ല. ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുന്നതാണ്. ദീർഘവിസ്താരങ്ങൾ, ചാപ്റ്റർ 9. ചാപ്റ്ററിന്റെ പേര് ദീർഘവിസ്താരങ്ങൾ. അണ്ടർലൈൻ. ദീർഘവിസ്താരങ്ങൾ എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. ആദ്യത്തെ ഗുണാംശ വിസ്താരം. ഗുണാംശ വിസ്താരം. എഴുതുന്നതായിരിക്കുന്നു. പദയോനി. ഗുണാംശ വിസ്താരം കഴിഞ്ഞ് പദയോനി. ഗമനം. ഗമനം. ദീർഘവിസ്താരങ്ങളുടെ താഴെ ഗുണാംശ വിസ്താരം, പദയോനി, ഗമനം. വീടിൻ്റെ പരമാവധി നീളവും വീതിയും. വീടിൻ്റെ പരമാവധി നീളവും വീതിയും. വീടിൻ്റെ പരമാവധി നീളവും വീതിയും. ഉത്തമ ഗ്രഹത്തിൻ്റെ അളവുകൾ. ഉത്തമ ഗ്രഹത്തിൻ്റെ അളവുകൾ. ഉത്തമ ഗ്രഹത്തിൻ്റെ അളവുകൾ. ഗൃഹസ്ഥാനം. ഗൃഹസ്ഥാനം. പാദമാനം. പാദമാനം. ഇത്ര എഴുതിയായിരിക്കുന്നു. മാറ്റുകയാണ്. ഇത് കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. അധിഷ്ഠാനം. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ ബേസ്മെന്റ് ആണ്. അധിഷ്ഠാനം. ബ്രാക്കറ്റ് ബേസ്മെന്റ് എഴുതാം. കാലുയരം. കാലുയരം. അസ്ഥിവാരം. അസ്ഥിവാരം പറഞ്ഞാൽ ഫൗണ്ടേഷൻ. അസ്ഥിവാരം. വാതിലുകൾ, ജനലുകൾ. വാതിലുകൾ, ജനലുകൾ. വാതിലുകൾ, ജനലുകൾ. എഴുതിയിരിക്കുന്നു. അധ്യായം 10. അപ്പൊ അധ്യായം 9 ഇത്രയുണ്ട്. ഇത് എഴുതി കഴിഞ്ഞായിരിക്കുന്നു. ആരെങ്കിലും എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. അധ്യായം 10, ചാപ്റ്റർ 10. ശാലാ സംവിധാനം. അണ്ടർലൈൻ. ശാലാ സംവിധാനം എന്നുള്ളത് ഹെഡിങ് ആണ്, ചാപ്റ്റർ ഹെഡിങ് ആണ്. ശാലാ സംവിധാനം. അണ്ടർലൈൻ. താഴെ എഴുതിക്കോളൂ. ഏകശാലകൾ. ഏകശാലകൾ. ദ്വിശാലകൾ. ദ്വിശാലകൾ.
ത്രിശാലകൾ, ഏകശാലകൾ, ദ്വിശാലകൾ, ത്രിശാലകൾ. ചതുശാല, ചതുശാല എന്ന് പറഞ്ഞാൽ 4 കെട്ടാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതൊക്കെ ഏകശാലയാണ്. ഏകശാലകൾ, ദ്വിശാലകൾ, ത്രിശാലകൾ, ചതുശാല. അത് എഴുതിയായിരിക്കുന്നു. അടുത്തോട്ട് പോവുകയാണ്. എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. ചാപ്റ്റർ 11, അധ്യായം 11. ശുഭ അശുഭ സ്ഥാനങ്ങൾ. ഹെഡിങ് അണ്ടർലൈൻ ചെയ്യുക. ചാപ്റ്റർ ഹെഡിങ് ആണ് ശുഭ, അശുഭ സ്ഥാനങ്ങൾ. അണ്ടർലൈൻ ചെയ്യുക. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. പൂജാമുറി ഓരോന്നിനും യോജിച്ച സ്ഥലങ്ങളാണ്. ഓരോ കാര്യങ്ങളായിട്ട് പറയും. പൂജാമുറി, കിടപ്പുമുറി, ഊണുമുറി, ഉരൽപ്പുര, പൂരുഷാലയം. പൂരുഷാലയം പറഞ്ഞാൽ ടോയ്ലറ്റാണ്. പൂരുഷാലയം, ബ്രാക്കറ്റ് ടോയ്ലറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. പൂരുഷാലയം, ടോയ്ലറ്റ് ബ്രാക്കറ്റിൽ. ഗോവണി, അത് സ്റ്റെയർ കേസാണ്. ഗോവണി. ഇത് ഈ പേജായെന്ന് വിചാരിക്കുന്നു. അടുത്തോട്ട് പോവുകയാണ്. ആരെങ്കിലും എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. ഇത് ഒന്നും അതിന് താഴെ കുറച്ചുകൊണ്ട് ഗോശാല. ഗോവണിയുടെ താഴെ എഴുതിക്കോളൂ. ഗോശാല എഴുത്തില് ഗോശാല, ഗോവണിയുടെ താഴെ. കുളം. ഇതിനൊക്കെ യോജിച്ച സ്ഥലങ്ങളാണ് ആ ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത്. വിവിധ കാര്യങ്ങൾ യോജിച്ച സ്ഥലങ്ങൾ. ഗോശാല, കുളം. പടിപ്പുര. പടിപ്പുര എന്ന് പറഞ്ഞാൽ ഗേറ്റാണ്. അത് കഴിഞ്ഞ് കിണർ. പടിപ്പുര അല്ലെങ്കിൽ ഗേറ്റ്, വേണമെങ്കിൽ ബ്രാക്കറ്റ് ഗേറ്റ് എന്ന് എഴുതാം. കിണർ. പടിപ്പുര കഴിഞ്ഞിട്ട് കിണർ. അത് കഴിഞ്ഞ് തുളസിത്തറ. എഴുതിയായിരിക്കുന്നു. സെപ്റ്റിക് ടാങ്ക്. അത് എഴുതിയായിരിക്കുന്നു. അടുത്തോട്ട് പോവുകയാണ്. ആരെങ്കിലും തീർന്നിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. ഒന്നും കൂടെ. പട്ടിക്കൂട്. സെപ്റ്റിക് ടാങ്കിന്റെ താഴെ എഴുതുക. പട്ടിക്കൂട്. സെപ്റ്റിക് ടാങ്കിന്റെ താഴെ പട്ടിക്കൂട്. സാറ് ഇതില് അടുക്കള ഇല്ല സാറേ. ഇതാ അടുക്കള ഒന്നില്ലല്ലോ. കേട്ടില്ല. അടുക്കള പൂജാമുറി, ഉടപ്പുറി, ഊണുമുറി, അടുക്കളയും അതിനകത്ത് ഉണ്ട്. അടുക്കളയുണ്ട്. ഇതിനകത്തുണ്ട്. ഒരു സെക്കൻഡ്. ശരിക്കും പൂജാമുറിയുടെ മുമ്പിലായിട്ടാണ് അടുക്കള വരുന്നത്. ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. ഇതിനകത്ത് കിടക്കുന്നത് അടുക്കളയുണ്ട്. ഞാൻ ഇതിനകത്ത് എഴുതിയ ബന്ധം വിട്ടുപോയതാണ്. അടുക്കള എന്ന് പറയുന്നത് പൂജാമുറി, കിടപ്പുമുറി, ഊണുമുറി, നോട്ടെ. ശുഭ അശുഭ സ്ഥാനങ്ങൾ 22ാമത്തെ പേര്. പൂജാമുറി, കിടപ്പുമുറി കഴിഞ്ഞ് അടുക്കളയാണ്. പുസ്തകത്തിലുണ്ട്. പക്ഷേ ഇതിനകത്ത് വിട്ടുപോയതാണ്. കിടപ്പുമുറി കഴിഞ്ഞിട്ട് ഊണുമുറിക്ക് മുമ്പ് അടുക്കളയുണ്ട്. വേണം എഴുതിക്കൊള്ളു. പൂജാമുറി, കിടപ്പുമുറി, അടുത്ത അടുക്കള. ഊണുമുറിക്ക് മുമ്പ് അടുക്കള. പൂജാമുറി, കിടപ്പുമുറി,
അടുക്കള, ഊണുമുറി. അവസാനം പട്ടിക്കൂടം. എഴുതുന്ന വിചാരിക്കുന്നു. അടുത്തത് അധ്യായം 12. പൊതു നിയമങ്ങൾ. ജനറൽ റൂൾസ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് എഴുതാം. ജനറൽ റൂൾസ്. അടുത്തത് ഫെങ്ഷൂയിയും സംയോജിത വാസ്തുശാസ്ത്രവും. ഫെങ്ഷൂയിയും സംയോജിത വാസ്തുശാസ്ത്രവും. ഫെങ്ഷൂയിയും സംയോജിത വാസ്തുശാസ്ത്രം ഇംഗ്ലീഷിൽ ഇൻ്റഗ്രേറ്റഡ് വാസ്തു എന്നും വേണം എഴുതാം. സംയോജിത വാസ്തുശാസ്ത്രം മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഇൻ്റഗ്രേറ്റഡ് വാസ്തു. ഇന്ന് ഇന്റർനാഷണൽ ലെവൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള വാസ്തുവിൻ്റെ ഇതാണ് സംയോജിത വാസ്തുശാസ്ത്രം, ഇൻ്റഗ്രേറ്റഡ് വാസ്തു. എഴുതുന്ന വിചാരിക്കുന്നു. അധ്യായം 1 ഫെങ്ഷുയുടെ കീഴിലോട്ട് അധ്യായം 1 ചാപ്റ്റർ 1 അതിൻ്റെ ഫെങ്ഷുയിലുള്ള അധ്യായം 1 ഫെങ്ഷുയി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു. അതിൽ ചാപ്റ്റർ 1 ആമുഖം, ഇൻട്രഡക്ഷൻ. ആമുഖം ഇൻട്രഡക്ഷൻ. ഫെങ്ഷുയെ പറ്റി പഠിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കൂടി കാണും, പഠിച്ചിട്ടില്ലാത്തവരും കാണും. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ആദ്യം ആവശ്യമാണ്. ഇൻ കോമ യാങ്. ആമുഖത്തിന് താഴെ ഇൻ കോമ യാങ്. ഇത് സ്ക്രീനിൽ നോക്കി എഴുതാം സംശയമുള്ളവർ. ഇൻ കോമ യാങ്. ഇൻ കോമ യാങ് സിമ്പിൾ. ഇൻ കോമ യാങ് സിമ്പിൾ. അധ്യായം 2 ചാപ്റ്റർ 2 ഫെങ്ഷുയുടെ താഴെയുള്ള അധ്യായം 2. ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അധ്യായം 1 അത് അധ്യായം 2 ചാപ്റ്റർ 2 ഫെങ്ഷു. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും. ഫെങ്ഷുയിൽ ഒരുപാടുണ്ട്. ഫെങ്ഷു എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും. സഹായിക ശക്തിചക്രം. സഹായിക ശക്തിചക്രം ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഹെൽപ്പിംഗ് സൈക്കിൾ. നോക്കട്ടെ. സഹായിക ശക്തിചക്രം നേരിട്ട് ബ്രാക്കറ്റ് വേണമെങ്കിൽ ഹെൽപ്പിംഗ് സൈക്കിൾ. HELPING ഹെൽപ്പിംഗ് CYCLE സൈക്കിൾ. സഹായിക ശക്തിചക്രം എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ അതിന് ഹെൽപ്പിംഗ് സൈക്കിൾ എന്ന് പറയും. അടുത്തത് ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം. ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം ഇംഗ്ലീഷിൽ വേണമെങ്കിൽ വീക്കനിങ് സൈക്കിൾ. WEAKINING അല്ല WEAKENING വീക്കനിങ് സൈക്കിൾ. ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം അല്ലെങ്കിൽ വീക്കനിങ് സൈക്കിൾ. 3 വിരുദ്ധ ശക്തിചക്രം. വിരുദ്ധ ശക്തിചക്രം ഇംഗ്ലീഷിൽ ഡിസ്ട്രോയിങ് സൈക്കിൾ. DESTROYING ഡിസ്ട്രോയിങ് സൈക്കിൾ. വിരുദ്ധ ശക്തിചക്രം അല്ലെങ്കിൽ ഡിസ്ട്രോയിങ് സൈക്കിൾ. സഹായിക ശക്തിചക്രം ഹെൽപ്പിംഗ് സൈക്കിൾ. ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം വീക്കനിങ് സൈക്കിൾ. വിരുദ്ധ ശക്തിചക്രം ഡിസ്ട്രോയിങ് സൈക്കിൾ. അടുത്ത അധ്യായം 3 ബാഗുവ. ബാഗുവ സ്ക്രീനിൽ നോക്കി എഴുതിക്കണം. ബാഗുവ. ബാഗുവ. 8 ജീവിത ലക്ഷ്യങ്ങൾ. 8 ജീവിത ലക്ഷ്യങ്ങൾ. സ്ഥിര ദിശാനുബന്ധി. സ്ഥിര ദിശാനുബന്ധി കോമ പ്രവേശന ദിശാനുബന്ധി. സ്ഥിര ദിശാനുബന്ധി കോമ പ്രവേശന ദിശാനുബന്ധി. എട്ട് ജീവിത ലക്ഷ്യങ്ങൾ. അതിൻ്റെ താഴെ സ്ഥിര ദിശാനുബന്ധി കോമ പ്രവേശന ദിശാനുബന്ധി. ഇത് വിചാരിക്കുന്നു. മാറ്റാൻ പോകുന്നു.
അതിൽ എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ, അത് ഈ കഴിഞ്ഞ ഇത്രയും ബുക്ക് 2-ലുള്ളതാണ്. ഇനി വോളിയം 2-ൽ ഇനി അടുത്ത ലാസ്റ്റ് ബുക്ക് വോളിയം 3 പുസ്തകം 3 അധ്യായം 4, അത് ഫെങ്ഷുയി ആൻഡ് ഇന്റഗ്രേറ്റഡ് വാസ്തുവിലെ 4-ാം അധ്യായം, 4th ചാപ്റ്റർ. ക്വാ നമ്പർ ക്വാ നമ്പർ ചാപ്റ്റർ ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്യുക. ക്വാ നമ്പർ കാണുന്ന വിധം. ക്വാ നമ്പർ കാണുന്ന വിധം. പഞ്ചശക്തികളിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ സാമാന്യ ലക്ഷണങ്ങൾ. പഞ്ചശക്തികളിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ സാമാന്യ ലക്ഷണങ്ങൾ. പഞ്ചശക്തികളിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ സാമാന്യ ലക്ഷണങ്ങൾ എഴുതുന്നതായിരിക്കുന്നു. അടുത്തോട്ട് പോവാണ്. ഗുണകരവും ദോഷകരവും ആയ ദിശകൾ. ഗുണകരവും ദോഷകരവും ആയ ദിശകൾ. അധിക ഊർജ ഭാഗങ്ങളും ന്യൂന ഊർജ ഭാഗങ്ങളും. അധിക ഊർജ ഭാഗങ്ങളും ന്യൂന ഊർജ ഭാഗങ്ങളും. ഇംഗ്ലീഷ് വേണമെങ്കിൽ പോസിറ്റീവ് എനർജി പാർട്സ് ആൻഡ് നെഗറ്റീവ് എനർജി പാർട്സ്. ഇത് മാത്രമായാലും മതി. എന്തായാലും ഇത് എടുക്കുമ്പോൾ ഇംഗ്ലീഷും പറയും. പോസിറ്റീവ് എനർജി പാർട്സ് ആൻഡ് നെഗറ്റീവ് എനർജി പാർട്സ്. അധിക ഊർജ ഭാഗങ്ങളും ന്യൂന ഊർജ ഭാഗങ്ങളും. ലോ ഷൂ സമചതുരം. ലോ ഷൂ സമചതുരം. സാറേ ഒന്ന് എഴുതിക്കോട്ടെ. എഴുതിക്കോളൂ, സ്ക്രീനിലുണ്ട്. എഴുതി കഴിഞ്ഞ് പറയുക. ലോ ഷൂ സമചതുരം. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞിട്ട് പറയുക. എഴുതി സാർ. ഓക്കെ, തീരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അധ്യായം 5 സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. ഭൗമിക ശക്തി. ഭൗമിക ശക്തി. സംയോജിത വാസ്തുശാസ്ത്ര സപ്തശക്തി എന്നുള്ള ചാപ്റ്റർ ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്യുക. താഴോട്ട് ഭൗമിക ശക്തി. കെട്ടിടത്തിൻ്റെ ശക്തി. ഭൗമിക ശക്തി എർത്ത് ഫോഴ്സ് ഇംഗ്ലീഷ് വേണമെങ്കിൽ. കെട്ടിടത്തിൻ്റെ ശക്തി വേണമെങ്കിൽ ബിൽഡിംഗ് ഫോഴ്സ്. എർത്ത് ഫോഴ്സ് ആദ്യത്തേണ്ടത്. രണ്ടാമത് ബിൽഡിംഗ് ഫോഴ്സ് ഇംഗ്ലീഷ് വേണമെങ്കിൽ എഴുതാം. സാധനങ്ങളുടെ ശക്തി മെറ്റീരിയൽ ഫോഴ്സ്. സാധനങ്ങളുടെ ശക്തി ഇംഗ്ലീഷിൽ മെറ്റീരിയൽ ഫോഴ്സ്. സാധനങ്ങളുടെ ശക്തി ബ്രാക്കറ്റിൽ മെറ്റീരിയൽ ഫോഴ്സ്. 3 എഴുതുന്നതായിരിക്കുന്നു. ക്രമീകരണ ശക്തി. ക്രമീകരണ ശക്തി. ക്രമീകരണ ശക്തി തന്നെ പല സ്ഥലത്തും ഉണ്ട്. ഡ്രോയിങ് മുറി. ക്രമീകരണ ശക്തി ഡ്രോയിങ് മുറി, കിടക്കമുറി. ഈ ക്രമീകരണ ശക്തിക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ അറേഞ്ച്മെന്റ് ഫോഴ്സ് എഴുതാം. ക്രമീകരണ ശക്തി ഇംഗ്ലീഷിൽ അറേഞ്ച്മെന്റ് ഫോഴ്സ്. ക്രമീകരണ ശക്തി ഇംഗ്ലീഷിൽ അറേഞ്ച്മെന്റ് ഫോഴ്സ്. ഡ്രോയിങ് മുറി, ഓരോന്നിൻ്റെയും ക്രമീകരണ ശക്തിയാണ്. ഡ്രോയിങ് മുറി, കിടക്കമുറി, പൂജാമുറി. ഡ്രോയിങ് മുറി, കിടക്കമുറി, പൂജാമുറി, അടുക്കള.
അടുക്കള, ഊണുമുറി, താഴോട്ട് എഴുതിക്കോളൂ, അടുക്കളയുടെ താഴോട്ട് ഊണുമുറി, പഠനമുറി, ടോയ്ലറ്റ്, ഓഫീസ് മുറി. അടുത്ത ഗ്രഹങ്ങളുടെ ശക്തി. അത് ഇവിടെ, അതായത് ഈ ക്രമീകരണ ശക്തിയുടെ ആ ലെവലിൽ വലത്തോട്ട് മാറ്റി എഴുതിയേക്കുന്നതൊക്കെ അതിൻ്റെ സബ്ബാണ്. ക്രമീകരണ ശക്തിയുടെ പല ഇതാണ്: ഡ്രോയിങ് മുറി, കിടക്കമുറി, പൂജാമുറി, അടുക്കള, ഊണുമുറി. അതെല്ലാം കുറച്ച് മാറി വരണം. എന്നിട്ട് ക്രമീകരണ ശക്തിയുടെ അതേ ലൈനിൽ വേണം അടുത്ത് വരാൻ. അത് ഗ്രഹങ്ങളുടെ ശക്തി എന്നുള്ള ക്രമീകരണ മെയിൻ ഹെഡിങ് ആണ്. ഗ്രഹങ്ങളുടെ ശക്തി, മനുഷ്യശക്തി, ഗ്രഹങ്ങളുടെ ശക്തി. ഇംഗ്ലീഷ് വേണമെങ്കിൽ പ്ലാനറ്ററി ഫോഴ്സ്. ഗ്രഹം എന്നുള്ള വീടല്ല, പ്ലാനറ്റാണ്. ആ ഗ്രഹം നോക്കിക്കൊള്ളുക. ഗ്രഹങ്ങളുടെ ശക്തി, പ്ലാനറ്ററി ഫോഴ്സ്. മനുഷ്യശക്തി, ഹ്യൂമൻ ഫോഴ്സ്. അല്ലെങ്കിൽ പീപ്പിൾ ഫോഴ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹ്യൂമൻ ഫോഴ്സ്. ആ മനുഷ്യശക്തിയുടെ പല ഭാഗങ്ങളാണ്, 7 ഭാഗങ്ങളുണ്ട്. ഒന്ന് ശാരീരിക ശക്തി, ഫിസിക്കൽ ഫോഴ്സ്. ശാരീരിക ശക്തി, അതിന് ഇംഗ്ലീഷിലെ ഫിസിക്കൽ ഫോഴ്സ്. മാനസിക ശക്തി ബ്രാക്കറ്റിൽ മെന്റൽ ഫോഴ്സ്. മാനസിക ശക്തി ബ്രാക്കറ്റിൽ മെന്റൽ ഫോഴ്സ്. വൈകാരിക ശക്തി ബ്രാക്കറ്റിൽ ഇമോഷണൽ ഫോഴ്സ്. EMO, ഇമോഷണൽ ഫോഴ്സ്. ആത്മീയ ശക്തി ബ്രാക്കറ്റ് സ്പിരിച്വൽ ഫോഴ്സ്. ആത്മീയ ശക്തി, സ്പിരിച്വൽ ഫോഴ്സ്. ഗ്രഹശക്തി, പ്ലാനറ്ററി ഫോഴ്സ്. ഗ്രഹശക്തി, വീടിന്റെ ഗൃഹമല്ല, ഗ്രായാണ്. ഗ്രഹശക്തി, പ്ലാനറ്ററി ഫോഴ്സ്. ഭൗമിക ശാരീരിക ശക്തി. കർമ്മശക്തി. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. ബാഹ്യശക്തികൾ, എക്സ്റ്റേണൽ ഫോഴ്സസ്. ബാഹ്യശക്തികൾ. ദൃഷ്ടിദോഷം, ഈവിൾ ഐ. ദൃഷ്ടിദോഷത്തിന് മലയാളം ഇംഗ്ലീഷ് വേണമെങ്കിൽ ഈവിൾ ഐ. ബ്ലാക്ക് മാജിക്. ബാഹ്യ ആക്രമണ ശക്തികൾ, എക്സ്റ്റേണൽ അറ്റാക്കിംഗ് ഫോഴ്സസ്. ബാഹ്യ ആക്രമണ ശക്തികൾ, എക്സ്റ്റേണൽ അറ്റാക്കിംഗ് ഫോഴ്സസ്. അധ്യായം 6, ചാപ്റ്റർ 6, ഫെങ്ഷിയുടെ ചാപ്റ്റർ 6. സമൃദ്ധിക്കുള്ള 5 മാർഗങ്ങൾ. അടുത്ത അത് ക്ലാസ് എടുക്കുന്നതാണ്. അടുത്ത ചാപ്റ്റർ 7, സമൃദ്ധിക്കുള്ള 5 മാർഗങ്ങൾ. അധ്യായം 6 കഴിഞ്ഞിട്ട് അധ്യായം 7, ചാപ്റ്റർ 7. വാസ്തുദോഷ പരിഹാരങ്ങൾ. അത് ഫെങ്ഷി കഴിഞ്ഞു. പല വാസ്തുദോഷ പരിഹാരം എന്നുള്ള ജനറൽ ആയിട്ടുള്ളതാണ്. വാസ്തുദോഷ പരിഹാരങ്ങൾ. ദോഷങ്ങൾ മാത്രം പഠിച്ചപ്പോൾ അതിൻ്റെ പരിഹാരങ്ങളും പഠിക്കണം. വാസ്തുദോഷ പരിഹാരങ്ങൾ. നിർമ്മിതിയിലൂടെ. താഴോട്ട് വാസ്തുദോഷ പരിഹാരം എന്നുള്ള ചാപ്റ്റർ ഹെഡിങ് ആണ്. താഴോട്ട് എഴുതുക നിർമ്മിതിയിലൂടെ. ഇംഗ്ലീഷ് വേണമെങ്കിൽ ബൈ കൺസ്ട്രക്ഷൻ. പിരമിഡ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ.
പിരമിഡ് കറക്ഷൻസ്, പിരമിഡ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ, പിരമിഡ് കറക്ഷൻസ്. രത്നപരിഹാരങ്ങൾ, രത്ന കറക്ഷൻസ്, രത്ന പരിഹാരങ്ങൾ, രത്ന കറക്ഷൻസ്. മയമതത്തിലും മാനസാലിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ രത്ന കറക്ഷൻസ്. രത്നപരിഹാരങ്ങൾ, രത്ന കറക്ഷൻസ്. അനുകൂല ഊർജ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, അനുകൂല ഊർജ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, അനുകൂല ഊർജ ഉപകരണങ്ങൾ ഉപയോഗിച്ച്. ഇംഗ്ലീഷ് വേണമെങ്കിൽ യൂസിങ് പോസിറ്റീവ് എനർജി ടൂൾസ്, യൂസിങ് പോസിറ്റീവ് എനർജി ടൂൾസ്. ഇംഗ്ലീഷ് വേണമെന്നുള്ളത് എഴുതാം, യൂസിങ് പോസിറ്റീവ് എനർജി ടൂൾസ്. അത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പറയുക, അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. വിവിധ ദോഷപരിഹാരങ്ങൾ, വിവിധ ദോഷപരിഹാരങ്ങൾ. ഭൗമിക ശക്തി പരിഹാരം, ഭൗമിക ശക്തി പരിഹാരം. ദിശാദോഷം, ദിശാദോഷം. അതിൻ്റെ പരിഹാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഗൃഹ മധ്യസൂത്ര വേദ ദോഷം, ഗൃഹ മധ്യസൂത്ര വേദ ദോഷം. ഭൗമിക ശക്തി പരിഹാരം, ദിശാദോഷം, ഗൃഹമധ്യസൂത്ര വേദ ദോഷം. എഴുതുന്നതായിരിക്കുന്നു. ചുറ്റുദോഷം, ചുറ്റുദോഷം. ചുറ്റുദോഷ പരിഹാരങ്ങൾ. നിർമ്മിതിയിലൂടെ, ചുറ്റുദോഷ പരിഹാരങ്ങൾ നിർമ്മിതിയിലൂടെ. സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിച്ച്, അത് ചുറ്റുദോഷ പരിഹാരങ്ങൾ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിച്ച്. എഴുതുന്നതായിരിക്കുന്നു. എഴുതിയില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. മൊത്തം വീടിൻ്റെ ചുറ്റ്, മൊത്തം വീടിൻ്റെ ചുറ്റ്. മുറികളുടെ ഉൾച്ചുറ്റ്, മുറികളുടെ ഉൾച്ചുറ്റ്. എഴുതുന്ന വിചാരിക്കുന്നു. എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയണം. ഓക്കെ. സ്ഥാനദോഷം, അടുത്ത ഹെഡിങ് സ്ഥാനദോഷം. കിണർ, ഏതിൻ്റെയൊക്കെ സ്ഥാനദോഷം, ഓരോന്നിൻ്റെ സ്ഥാനദോഷം. കിണർ, സെപ്റ്റിക് ടാങ്ക്, കിണർ, സെപ്റ്റിക് ടാങ്ക്. പൂജാമുറി, അടുക്കള, ടോയ്ലറ്റ്, staircase, main gate, main gate, car porch, car porch, overhead water tank, overhead water tank. മറ്റ് ഇത് എഴുതി കഴിഞ്ഞിട്ട് ആരെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. മറ്റു വാസ്തുദോഷ പരിഹാരങ്ങൾ, മറ്റ് വാസ്തുദോഷ പരിഹാരങ്ങൾ.
അപൂർണമായ മൂലകൾ, മറ്റ് വാസ്തുദോഷ പരിഹാരങ്ങളുടെ താഴെ അപൂർണമായ മൂലകൾ, അപൂർണമായ വശങ്ങൾ, അപൂർണമായ വശങ്ങൾ, തള്ളി നിൽക്കുന്ന മൂലകൾ, തള്ളി നിൽക്കുന്ന മൂലകൾ, തള്ളി നിൽക്കുന്ന വശങ്ങൾ, തള്ളി നിൽക്കുന്ന മൂലകൾ, അത് കഴിഞ്ഞ് തള്ളി നിൽക്കുന്ന വശങ്ങൾ, പുരയിടത്തിൽ വീടിൻ്റെ സ്ഥാനം, പുരയിടത്തിൽ വീടിൻ്റെ സ്ഥാനം, വീടിൻ്റെ ഉയരം അഗ്നിഭൂതത്തിൽ, വീടിൻ്റെ ഉയരം അഗ്നിഭൂതത്തിൽ, സ്റ്റെയർകേസിന്റെ ദിശയും പടികളുടെ എണ്ണവും, സ്റ്റെയർകേസിന്റെ ദിശയും പടികളുടെ എണ്ണവും, സ്റ്റെയർകേസിന്റെ ദിശയും പടികളുടെ എണ്ണവും, വീതിശൂല, വീതിശൂല, ഹീനപ്രവേശനവും ഉത്സംഗപ്രവേശനവും, ഹീനപ്രവേശനവും ഉത്സംഗപ്രവേശനവും, എഴുതെന്ന് വിചാരിക്കുന്നു. അടുത്തിലൂടെ പോവുകയാണ്. ആരെങ്കിലും എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. കഴിഞ്ഞെന്നോ കഴിഞ്ഞില്ലെന്നോ? ഇല്ല, എഴുതുക. എഴുതി കഴിഞ്ഞ് പറയണം. ഓക്കെ സാർ. എഴുതി തീരാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. നേർക്ക് നേരെയുള്ള കതകുകൾ ഇതുകൂടായിട്ട് നിർത്താൻ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. കുറച്ചേ ഉള്ളൂ, തീരാറായി. നേർക്ക് നേരെയുള്ള കതകുകൾ, ലെവൽ കറക്ഷൻ, നേർക്ക് നേരെയുള്ള കതകുകൾ, ലെവൽ കറക്ഷൻ, ബീം കറക്ഷൻ, ബീം കറക്ഷൻ, ഒരു പുരയിടത്തിൽ 2 വീടുകൾ, ഒരു പുരയിടത്തിൽ 2 വീടുകൾ, കട്ടിലിന് അഭിമുഖമായി കണ്ണാടികൾ, കട്ടിലിന് അഭിമുഖമായി കണ്ണാടികൾ, കിഴക്ക് ദിശയ്ക്കും വടക്ക് ദിശയ്ക്കും അഭിമുഖമായുള്ള കണ്ണാടികൾ, കിഴക്ക് ദിശയ്ക്കും വടക്ക് ദിശയ്ക്കും അഭിമുഖമായുള്ള കണ്ണാടികൾ, ബ്രഹ്മസ്ഥാനത്തുള്ള ഗോവണി, ബ്രഹ്മസ്ഥാനത്തുള്ള ഗോവണി സ്റ്റെയർ കേസ്, ഭിത്തി മുട്ടതിര് വേദങ്ങൾ, ഭിത്തി മുട്ടതിര് വേദങ്ങൾ, മോന്തായ വേദം, മോന്തായ വേദം, ക്ഷേത്രത്തിന് സമീപമുള്ള വീട്, ക്ഷേത്രത്തിന് സമീപമുള്ള വീട്, ക്ഷേത്രത്തിന് സമീപമുള്ള വീട്. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിയാത്തവരുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. മർമ്മദോഷം,
മർമ്മ ദോഷം, പിശാചവീഥി തടസ്സപ്പെടുക, പിശാചവീഥി തടസ്സപ്പെടുക, അധ്യായം 8 ചാപ്റ്റർ 8 അനുകൂല ഊർജ ഉപകരണങ്ങൾ. അപ്പം അത് നമുക്ക് 3 ഉള്ളൂ, എന്നാലും അടുത്ത ക്ലാസ്സിൽ എഴുതാം. കാരണം 10:45 നമുക്കൊരു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിലെയും അവസാനം സംശയങ്ങളുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇത്ര എഴുതിയെന്ന് വിചാരിക്കുന്നു, മാറ്റുകയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. സാറ് മുമ്പേ പറഞ്ഞില്ലയോ കിഴക്കേ സൈഡിലും ഈശാനക്കോണിലൊന്നും പിന്നെ ടോയ്ലറ്റ് വരരുത്, അത് അനുയോജ്യമല്ലെന്ന് മുമ്പ് ആദ്യം പറഞ്ഞില്ലേ? നീല. അപ്പൊ നമുക്ക് തെക്ക് വശത്തും അത് കർക്കിടക രാശിയിലും വൃശ്ചിക രാശിയിലും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പം വരുമോ? അല്ല, അതിനെപ്പറ്റി നമുക്ക് അതിലോട്ട് ഇപ്പൊ ചോദിച്ചുകൊണ്ട് പറയാം. നമ്മൾ അതൊക്കെ അതിലോട്ട് വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ചോദിച്ചുകൊണ്ട് പറയാണ്, തെക്കിന്റെ മധ്യത്തിലും പടിഞ്ഞാറിന്റെ മധ്യത്തിലും ടോയ്ലറ്റ് ആകാം. ഓക്കെ. പിന്നെ വേറെ ചിലവുണ്ട്, എന്നാലും അത് കൂടുതൽ ഡീറ്റെയിൽ. ഒട്ടും ദോഷമില്ലാത്ത 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദോഷമില്ലാത്തതെന്ന് പറയാൻ ഒക്കില്ല. കാരണം ഈ നമ്മുടെ പിന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തുള്ള ഒരു ഇതല്ല. പണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എപ്പോഴും തെക്കിന്റെ മധ്യത്തിലോ പടിഞ്ഞാറിന്റെ മധ്യത്തിലോ ആണ് ദോഷം ഏറ്റവും കുറവ്. ഓക്കെ സാർ. മറ്റെന്തെങ്കിലും സംശയം? ഇത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ് എന്നാ എനിക്ക് തോന്നുന്നു മറ്റന്നാളോ മറ്റേ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. മറ്റന്നാൾ നമ്മൾ സിലബസ് അനുസരിച്ച് തുടങ്ങി. ബാക്കിയൊരു 2-3 കൂടെ ഉള്ളൂ സിലബസിൽ തരാനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സിൽ തുടങ്ങും. ശരി സാർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ പോവാണ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. വെൽക്കം. സോ സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഓഫ് ചെയ്യുന്നു. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.